ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ 2 സി എ ഫൈനലിൻ്റെ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ 2 ആണ് നോക്കുന്നത്. ചാപ്റ്റർ 2 കംപ്ലീറ്റ് ആയിട്ടല്ല, ചാപ്റ്റർ 2ൻ്റെ ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 2 അതിൻ്റെ പേരെന്ന് വെച്ചാൽ ജനറൽ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ 2ൽ നമുക്ക് ടോട്ടലായിട്ട് പഠിക്കാനുള്ളത് 5 സ്റ്റാൻഡേർഡ്സ് ആണ്. 5 സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ SA 240 ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് റിലേറ്റിംഗ് ടു ഫ്രോഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ SA 240 ആണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് 250 ആണ് കൺസിഡറേഷൻ ഓഫ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ആൻ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം 260 കമ്മ്യൂണിക്കേഷൻ വിത്ത് ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ് ആൻഡ് 299 ഓഡിറ്റ് ജോയിൻറ്റ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ SA 402 ഓഡിറ്റ് കൺസിഡറേഷൻസ് റിലേറ്റിംഗ് ടു എൻറ്റിറ്റീസ് യൂസിങ് സർവീസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ 5 സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സ്റ്റാൻഡേർഡ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. ഫസ്റ്റ് SA 200 outlines the independent auditor's responsibilities during a financial statement audit. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഇടയിൽ ഒരു ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അത് ഔട്ട്ലൈൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡാണെന്ത് SA 200. ഓഡിറ്റർ മസ്റ്റ് പ്ലാൻ ആൻഡ് പെർഫോം ഓഡിറ്റ് വിത്ത് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. അപ്പോൾ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം വെച്ചിട്ട് വേണം ഓഡിറ്റർ എന്ത് ചെയ്യാൻ, ഒരു ഓഡിറ്റ് പ്ലാനും അത് പെർഫോമും ചെയ്യാൻ. ബി അവെയർ ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ഹാവ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു എറേഴ്സ് ഓർ ഫ്രോഡ്. അപ്പോൾ എറർ കാരണമോ അല്ലെങ്കിൽ ഫ്രോഡ് കാരണമോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെറ്റീരിയലി മിസ്റ്റേക്ഡ് ആവാം എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും നമ്മളുടെ മനസ്സിൽ വെക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതേമാതിരി തന്നെ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം നമ്മളുടെ മനസ്സിൽ അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളൊരു ഓഡിറ്റ് പ്ലാനും പെർഫോമും ചെയ്യാൻ. ദെൻ SA 240 ഒരു സമ്മറിയാണ്. SA 240 എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റീസ് റിഗാർഡിങ് ഫ്രോഡ്. അപ്പോൾ ഫ്രോഡ് നമ്മളൊരു ഓഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഫ്രോഡ് ഉണ്ടാവും, അതിൽ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് അതാണ് 240 പറയുന്നത്. സോ 240 ഫോക്കസ് ഓൺ ഫ്രോഡ് ഡിറ്റക്ഷൻ ഡ്യൂറിങ് ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രോഡ് ഡിറ്റക്ഷൻ അതാണ് 240 പറയുന്നത്. ഓഡിറ്റർ ഷുഡ് റിമെയിൻ അലേർട്ട് ത്രൂ ഔട്ട് ദ ഓഡിറ്റ് ഫോർ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് കോസ്ഡ് ബൈ ഫ്രോഡ്. അപ്പോൾ ഫ്രോഡ് കാരണം നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നുള്ള മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് അത് ത്രൂ ഔട്ട് ഓഡിറ്റ് മുഴുനീളം നമ്മൾ എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് 240 പറയുന്നത്. എക്സാമ്പിൾ, ഇഫ് ക്യാഷ് ബാലൻസ് സീംസ് അൺയൂഷ്വൽ ഹൈ. അപ്പോൾ അൺയൂഷ്വൽ ആയിട്ടൊരു ക്യാഷ് ബാലൻസ് ഹൈ ആണെങ്കിൽ ആൻ ഓഡിറ്റർ ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ് ഫർദർ. അപ്പോൾ ഓഡിറ്റർ കൂടുതൽ അതിനെക്കുറിച്ചിട്ട് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് 250 ആണ്. SA 250 നോൺ കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ധാരാളം നിയമങ്ങളും റെഗുലേഷൻസും നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മളൊരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്. ആ നിയമങ്ങൾ ഒരു ബിസിനസ് കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഒരു ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ആ സ്റ്റാൻഡേർഡാണ് SA 250. SA 250 outlines how auditors should handle situations where entities fails to follow laws or regulations. അപ്പോൾ ലോസ് ഓർ റെഗുലേഷൻസ് എൻറ്റിറ്റി പാലിക്കാൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ഫെയിൽ ആവുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് SA 250 പറഞ്ഞത്. അത് എങ്ങനെയാണ് ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത്. നോൺ കംപ്ലയൻസ് ക്യാൻ ലീഡ് ടു ഫൈൻസ്, ലിറ്റിഗേഷൻസ് ഓർ അതർ മെറ്റീരിയൽ എഫക്ട്സ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു ലോ റെഗുലേഷൻസോ നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ അത് ഫൈൻസിനോ അല്ലെങ്കിൽ ലിറ്റിഗേഷനോ മറ്റേതെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കോ അത് കാരണമാകും നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ. ഓഡിറ്റർ മസ്റ്റ് സ്റ്റേ അലേർട്ട് ടു സൈൻ നോൺ കംപ്ലയൻസ് ഡ്യൂറിങ് ദ ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും നോൺ കംപ്ലയൻസ് നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ എപ്പോഴും ശ്രദ്ധിക്കണം. നോട്ട് പേയിങ് റിക്വയർഡ് ടാക്സസ് മൈറ്റ് ലീഡ്സ് ടു പെനാൽറ്റീസ് ദാറ്റ് സിഗ്നിഫിക്കൻ്റ്ലി എഫക്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ സിഗ്നിഫിക്കൻ്റ് എഫക്റ്റ് ആവാൻ കാരണമാവുന്ന എന്തെങ്കിലും ഒരു ടാക്സ് അടയ്ക്കുന്നതിൻ്റെ ഇതോ ഒരു ഡിലേയോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ GST നമ്മൾ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ മന്തിലും നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് GST ഫയൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ആ ഒരു നോൺ കംപ്ലയൻസ് അതിന് തക്കതായിട്ടുള്ള ഫൈൻ വരുന്നുണ്ടോ, ഫൈൻ വരുന്നുണ്ടെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചൊരു കമൻറ്റ് കൊടുക്കണം. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്ന ആൾ എന്ത് മനസ്സിലാക്കണം, ഓക്കെ ഈ ഒരു പാർട്ടീസ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് GST ഫയൽ ചെയ്യുന്നില്ല, ഈവൻ ഫണ്ട് ഉണ്ടായിട്ട് പോലും GST ഫയലിങ്ങിൽ ഒരു ഫെയിലിയർ ആണ് എന്നുള്ള കാര്യം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ആൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ ആ ഒരു നോൺ കംപ്ലയൻസ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഇഷ്യൂ ഓഡിറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് SA 250. നെക്സ്റ്റ് 260 ആണ്. SA 260 കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗവർണൻസ്.
SA 260 emphasizes the importance of communication between auditors and those charged with governance. അപ്പോൾ അല്ലെങ്കിൽ ബോർഡ് മെമ്പേഴ്സ്. അപ്പോൾ TCWGയും അതേമാതിരി തന്നെ ഓഡിറ്ററും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് SA 260 പറഞ്ഞത്. റെഗുലർ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അഡ്രസ്സസ് പൊട്ടൻഷ്യൽ ഇഷ്യൂസ് ഏർലി. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിനും പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സഹായിക്കും. ഓഡിറ്റർ ഷുഡ് ഷെയർ ഫൈൻഡിങ്സ് ടൈംലി ഡ്യൂറിങ് ദ ഓഡിറ്റ്. അപ്പോൾ എല്ലാ ഫൈൻഡിങ്സും ഓഡിറ്റർ കണ്ടെത്തുന്ന കാര്യങ്ങൾ TCWGൻ്റെ അടുത്ത് ടൈംലി ആയിട്ട് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ സഹായിക്കാനും ഗൈഡൻസ് തരാനും പറ്റും നമ്മളെ. ഇപ്പോൾ നമ്മളൊരു ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരാണ് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടത്, ഒരു ഫെസിലിറ്റി ഒരുക്കി തരാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ, ഡിസ്കസിങ് ഡിലേ ഇൻ റിസീവിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് വിത്തിൻ ബോർഡ് മെമ്പേഴ്സ് എൻഷ്യൂർസ് ടൈംലി റെസൊല്യൂഷൻ. അപ്പോൾ നമ്മളൊരു ഡാറ്റ ചോദിച്ചു, നമ്മളൊരു മന്ത്ലി TDSO അല്ലെങ്കിൽ GSTO ഫയൽ ചെയ്യുന്നതിൻ്റെ ഡാറ്റ നമ്മൾ ചോദിച്ചു, നമുക്ക് ഒരു മന്തായിട്ട് പോലും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ TCWGൻ്റെ അടുത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് അവർ വേണം അത് റിസോൾവ് ചെയ്ത് തരാൻ. സോ ടൈംലി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റിന് മസ്റ്റാണ്. സോ SA 260 ആണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ SA 299 ആണ്, ജോയിൻറ്റ് ഓഡിറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഒരു ഓഡിറ്റ് ഒന്നിലധികം ഓഡിറ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ ഒരു ഓഡിറ്റർ എന്തൊക്കെയാണ് നോക്കേണ്ടത്, അതാണ് 299 പറയുന്നത്. SA 299 പ്രൊവൈഡ്സ് ഗൈഡൻസ് ഫോർ ജോയിൻറ്റ് ഓഡിറ്റ് കണ്ടക്റ്റഡ് ബൈ മൾട്ടിപ്പിൾ ഓഡിറ്റേഴ്സ്. ഈച്ച് ഓഡിറ്റർ ഹാസ് സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഓരോ ഓഡിറ്ററിനും സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ടു എൻഷ്യൂർ ക്ലാരിറ്റി ആൻഡ് അവോയ്ഡ് ഓവർലാപ്സ്. അപ്പോൾ ക്ലാരിറ്റിക്കും ഓവർലാപ്സ് ഒഴിവാക്കാൻ വേണ്ടി ഓരോ ഓഡിറ്ററിനും സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. ജോയിൻറ്റ് ഓഡിറ്റർ ഷുഡ് കോർഡിനേറ്റ് ടു ഇഷ്യൂ എ സിംഗിൾ റിപ്പോർട്ട്. അപ്പോൾ ജോയിൻറ്റ് ഓഡിറ്റർ ഒരു സിംഗിൾ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ. എല്ലാ കാര്യങ്ങളും ഓരോ ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സിൻ്റെയും ഫൈൻഡിങ്സ് ഷെയർ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വേണം കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം ഒരു സിംഗിൾ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സിംഗിൾ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. ആൻഡ് നമ്മൾ ഈ ചാപ്റ്ററിൽ ലാസ്റ്റായിട്ട് നോക്കുന്ന സ്റ്റാൻഡേർഡാണ് SA 402, യൂസർ എൻറ്റിറ്റീസ് ആൻഡ് തേർഡ് പാർട്ടി സർവീസസ്. SA 402 focus on audits where user entities outsources activities to a third party service organization. അപ്പോൾ നമ്മളൊരു വർക്ക് മറ്റൊരു തേർഡ് പാർട്ടി ഓർഗനൈസേഷൻ ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഓഡിറ്റർ എന്തൊക്കെയാണ് നോക്കേണ്ടത്. സോ നമ്മളുടെ ക്ലയൻറ്റ്, ഒരു ഓഡിറ്ററിൻ്റെ ക്ലയൻറ്റ് അവരുടെ ചില വർക്കുകൾ അവർ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്. ആ സിറ്റുവേഷനിൽ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇതാണ് SA 402 പറഞ്ഞത്. ഓഡിറ്റർ മസ്റ്റ് ഒബ്റ്റെയിൻ സഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് അബൌട്ട് തേർഡ് പാർട്ടി സർവീസസ് ഇമ്പാക്റ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ തേർഡ് പാർട്ടിനെ കുറിച്ചിട്ട് സഫിഷ്യൻറ്റും അപ്രോപ്രിയേറ്റുമായിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് ഓഡിറ്റർ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. സർവീസ് ഓർഗനൈസേഷൻസ് റിലയബിലിറ്റി മസ്റ്റ് ബി അസസ്ഡ്. അപ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള സർവീസ് ഓർഗനൈസേഷൻ്റെ ഒരു റിലയബിലിറ്റി ഒരു ഓഡിറ്റർ അസസ് ചെയ്തിരിക്കണം. എക്സാമ്പിൾ, ഇഫ് പേറോൾ പ്രോസസ്സിംഗ് ഈസ് ഔട്ട്സോഴ്സ്ഡ്, ഓഡിറ്റർ നീഡ് ടു വെരിഫൈ ദ തേർഡ് പാർട്ടി സിസ്റ്റം ആക്യുറസി. അപ്പോൾ ഒരു പേറോൾ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടീൻ്റെ ആക്യുറസി ഓഡിറ്റർ അസസ് ചെയ്തിരിക്കണം. അവർ പ്രോപ്പറായിട്ടാണോ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഔട്ട്ലുക്ക്, ഒരു സമ്മറിയാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 5 സ്റ്റാൻഡേർഡ്സാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഓരോ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഡീപ്പായിട്ട് തന്നെ നോക്കും. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കറക്റ്റ് ഡാറ്റ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കറക്റ്റ് ടെക്സ്റ്റ് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് മിസ്സാവാനാണ് നമ്മൾ നോക്കുന്നത്. ഈ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക് നമുക്ക് കുറച്ചും കൂടി വെയിറ്റേജ് കൊടുത്തിട്ടാണ് ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള സ്റ്റാൻഡേർഡ് SA 240 ആണ്. സോ SA 240 ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് റിലേറ്റിംഗ് ടു ഫ്രോഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഫ്രോഡ് ഉണ്ടെങ്കിൽ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇതാണ് SA 240 ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. SA 240 focuses on the auditor's role in detecting fraud, risk and addressing them ഡ്യൂറിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ്. അപ്പോൾ ഒരു ഓഡിറ്റിൻ്റെ ഇടയിൽ ഒരു ഫ്രോഡ് എങ്ങനെയാണ് ഒരു ഓഡിറ്റർ ഡിറ്റക്റ്റ് ചെയ്യേണ്ടത്, അതേമാതിരി തന്നെ ആ ഡിറ്റക്റ്റ് ചെയ്ത ഫ്രോഡ് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, ഇതാണ് 240 ഫോക്കസ് ചെയ്യുന്ന കാര്യം. ഇതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് ഓഫ്
SA 240 ആണ്. അപ്പോൾ SA 240ൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇതാണ് നമുക്ക് ഫസ്റ്റായിട്ട് ഈ സ്റ്റാൻഡേർഡിൽ നോക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ SA 240ൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈയിങ് ആൻഡ് അസസിങ് ഫ്രോഡ് റിസ്ക്. അപ്പോൾ നമ്മളൊരു ഫ്രോഡ് റിസ്ക് നമ്മൾ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അസസ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിന്ന് മനസ്സിലാവണം റിസ്ക് ഉണ്ടോ അല്ലെങ്കിൽ റിസ്ക് ഇല്ലേ, ഫ്രോഡ് ഉണ്ടോ ഫ്രോഡ് ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഐഡൻറ്റിഫൈയിങ് ആൻഡ് അസസിങ് ഫ്രോഡ് റിസ്ക്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഡിസൈനിങ് പ്രൊസീജിയേഴ്സ് ടു അഡ്രസ് റിസ്ക്. അപ്പോൾ നമ്മളെന്താണ്, നമ്മൾ ഓൾറെഡി ഒരു റിസ്ക് നമ്മൾ ഐഡൻറ്റിഫൈയും അതേമാതിരി തന്നെ അസസും ചെയ്ത് വെച്ചു. ആ ഒരു റിസ്കിനെ നമ്മളെന്താണ്, എങ്ങനെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിനെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഓഡിറ്റ് പ്രൊസീജിയർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ്. മീൻസ് ഡിസൈനിങ് പ്രൊസീജിയേഴ്സ് ടു അഡ്രസ് റിസ്ക്. ആ ഒരു റിസ്ക് അഡ്രസ്സ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യാം. ദെൻ തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ റെസ്പോണ്ടിങ് ടു ഫ്രോഡ്. ആ ഫ്രോഡിനെ ഒരു ഫ്രോഡ് നമ്മൾ ഫേസ് ചെയ്തു, ഒരു ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഒരു ഫ്രോഡ് കണ്ടു. ആ ഫ്രോഡ് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? ഒന്നുകിൽ നമ്മളുടെ ഓഡിറ്റ് പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓഡിറ്റിൽ തന്നെ വിഡ്രോ ചെയ്തിട്ടോ, അങ്ങനെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഫ്രോഡ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇതിൻ്റെ SA 240ൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. സോ ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈയിങ് ആൻഡ് അസസിങ് ഫ്രോഡ് റിസ്ക്. ഓഡിറ്റർ നീഡ്സ് ടു ഇവാലുവേറ്റ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കോസ്ഡ് ബൈ ഫ്രോഡ്. അപ്പോൾ എന്താണ്, ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യണം റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കോസ്ഡ് ബൈ ഫ്രോഡ്. അപ്പോൾ ഫ്രോഡ് കാരണം നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് റിസ്ക് എന്ത് ചെയ്യണം? ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യണം. ഓഡിറ്റർ മസ്റ്റ് റിമെയിൻ വിജിലൻറ്റ് ടു ഡിറ്റക്ട് പൊട്ടൻഷ്യൽ ഫ്രോഡ് ത്രൂ ഔട്ട് ദ ഓഡിറ്റ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ മുഴുനീളമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫ്രോഡിൻ്റെ ചാൻസ് ഉണ്ടാവാം എന്നുള്ളൊരു പൊട്ടൻഷ്യൽ നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ വെച്ചിരിക്കണം. സോ അതാണ് നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത്. Auditor must remain vigilant to detect potential fraud throughout the audit process. Example, if an entity shows unusual high profit with minimal supporting documents, auditor should assess possible misstatement due to fraud. അപ്പോൾ എന്താണ്, വളരെ നല്ലൊരു പ്രോഫിറ്റ് കാണിക്കുന്ന ഒരു എൻറ്റിറ്റി അവരാകെ വളരെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് മാത്രമേ നമ്മുടെ മുമ്പിൽ തരുന്നുള്ളൂ. അത് നമ്മളെന്താണ്, ഒരു ഫ്രോഡിന് ചാൻസ് ഉള്ളൊരു ഫാക്ടറാണത്. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അതാണ്, ഐഡൻറ്റിഫൈയിങ് ആൻഡ് അസസിങ് ഫ്രോഡ് റിസ്ക്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡിസൈനിങ് പ്രൊസീജിയേഴ്സ് ടു അഡ്രസ് റിസ്ക്. അപ്പോൾ ഈ ഒരു റിസ്ക് അഡ്രസ്സ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യാം. ക്രിയേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് പ്രൊസീജിയേഴ്സ് ടു ഒബ്റ്റെയിൻ സഫിഷ്യൻറ്റ് എവിഡൻസ് അബൌട്ട് ദ ഫ്രോഡ് റിസ്ക്. അപ്പോൾ ഫ്രോഡ് റിസ്കിനെ കുറിച്ചുള്ള സഫിഷ്യൻറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇംപ്ലിമെൻറ്റും അതേമാതിരി തന്നെ ക്രിയേറ്റും നമ്മൾ ഇംപ്ലിമെൻറ്റും ചെയ്യണം. Auditors should tailor audit procedures to gather strong evidence where fraud risks are identified. അപ്പോൾ എന്ത് ചെയ്യണം? ഓഡിറ്റർ ഈ ഒരു റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം എന്താണ്, സ്ട്രോങ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സ് എന്താണ്, ക്രമീകരിച്ച് വെക്കണം. Example, if inventory records are suspected to be manipulated, auditor should perform physical stock count. അപ്പോൾ എന്താണ്, നമുക്കൊരു ഡാറ്റ തന്നു, ഒരു ഇൻവെൻട്രീൻ്റെ ഡാറ്റ തന്നു. അപ്പോൾ ഓഡിറ്റർ എന്ത് മനസ്സിലായി, അത് മാനിപ്പുലേറ്റ് ചെയ്തതാണോ എന്നുള്ളൊരു കാര്യം ഓഡിറ്റർ സസ്പെക്ട് ചെയ്തു. ആ ഒരു സിറ്റുവേഷനിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റർ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കണം. എങ്ങനെ? ഫിസിക്കൽ കൗണ്ട് ചെയ്യണം. ഈ ഒരു ഇത് നമ്മൾ സസ്പെക്ട് ചെയ്ത കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഫിസിക്കൽ കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, ഡിസൈനിങ് പ്രൊസീജിയേഴ്സ് ടു അഡ്രസ് റിസ്ക്. ദെൻ തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ റെസ്പോണ്ടിങ് ടു ഫ്രോഡ്. ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഇഫ് ഫ്രോഡ് ഈസ് ഡിറ്റക്റ്റഡ് ഓർ സസ്പെക്റ്റഡ്. അപ്പോൾ ഫ്രോഡ് ഡിറ്റക്റ്റോ അല്ലെങ്കിൽ സസ്പെക്റ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ എടുത്തിരിക്കണം. വെൻ ഫ്രോഡ് ഈസ് ഐഡൻറ്റിഫൈഡ് ഓർ സസ്പെക്റ്റഡ്, ഓഡിറ്റർ മസ്റ്റ് ഫോളോ അപ്രോപ്രിയേറ്റ് റെസ്പോൺസസ് സച്ച് ആസ് നോട്ടിഫൈയിങ് ഗവർണൻസ് ഓർ അഡ്ജസ്റ്റിംഗ് ഓഡിറ്റ് പ്രൊസീജിയർ. അപ്പോൾ നമ്മളൊരു ഫ്രോഡ് ഐഡൻറ്റിഫൈയോ അല്ലെങ്കിൽ സസ്പെക്റ്റോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഐഡൻറ്റിഫൈയും അസസും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിസൈൻ ചെയ്തിട്ട് ആ ഒരു ഫ്രോഡ് നമ്മൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തി. ഇപ്പോൾ ഒരു ഇൻവെൻട്രീൻ്റെ റെക്കോർഡിൽ ഒരു ഫ്രോഡ് ഉണ്ട് നമുക്ക് തോന്നി, നമ്മൾ ഫിസിക്കൽ കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആ ഫ്രോഡ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ നമ്മൾ ഗവർണൻസിനടുത്ത് നോട്ടിഫൈ ചെയ്യണം, എന്ന് വെച്ചാൽ നമ്മളുടെ TCW അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഓഡിറ്റ് പ്രൊസീജിയർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. If an employee is suspected of embezzlement, auditor might increase check on cash transactions and inform management. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഒരു എംപ്ലോയി
ക്യാഷ് അയാൾ തട്ടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് തോന്നുകയാണെങ്കിൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസ് കൂടുതലായിട്ട് ചെക്ക് ചെയ്യണം. അതുമാതിരി തന്നെ നമ്മൾ എന്തും ചെയ്യണം, നമ്മൾ മാനേജ്മെൻറ്റ് അടുത്ത് ഈ ഒരു സംഭവം നമ്മൾ ഇൻഫോമും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് 3 ഒബ്ജക്റ്റീവ്, SA 240 3 ഒബ്ജക്റ്റീവ്സാണിത്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് നോക്കി. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് വെച്ചാൽ മീനിങ് ഓഫ് ഫ്രോഡ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഒരു ഫ്രോഡിൻ്റെ മീനിങ്ങും അതേമാതിരി തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും. ഫ്രോഡ് ഇസ് an intentional act by individuals like management, employees or third parties. അപ്പോൾ മാനേജ്മെൻറ്റ്, എംപ്ലോയീസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇവരുടെ ഒരു ഇൻറ്റൻഷണൽ ആക്ട് ആണെന്ത് ഫ്രോഡ്, ഇൻവോൾവിങ് ഡിസെപ്ഷൻ ടു ഗെയിൻ ആൻ അൺജസ്റ്റ് ഓർ ഇല്ലീഗൽ അഡ്വാൻറ്റേജ്. ഒരു വഞ്ചനയുടെ രൂപത്തിൽ നമ്മൾ എന്താണ് ഒരു ഗെയിൻ, നമ്മൾ ഒരു ഈ ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ്, എംപ്ലോയീസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരു വഞ്ചിച്ച് അവരെന്താണ് ഒരു ഗെയിൻ അല്ലെങ്കിൽ ഒരു അൺജസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അവർ എടുക്കുക, അതാണെന്ത് ഫ്രോഡ്. അതൊരു ഇൻറ്റൻഷനലാണ്. അപ്പോൾ കീ വേർഡ്സ് എന്തൊക്കെയാണ് ഇവിടെ? ഒന്ന് ഇൻറ്റൻഷനൽ, ദെൻ മാനേജ്മെൻറ്റ്, എംപ്ലോയി, തേർഡ് പാർട്ടി, ഈ ഒരു ഇൻഡിവിജ്വൽസ് ആണ് ഇത് ചെയ്യുക. ഡിസെപ്ഷൻ അതൊരു കീ വേർഡാണ്, ഒരു വഞ്ചനയുടെ രൂപത്തിൽ. എന്താണ് ഇവർ വഞ്ചിച്ച് ചെയ്യുന്നത്? ഗെയിൻ ആൻ അൺജസ്റ്റ് ഓർ ഇല്ലീഗൽ അഡ്വാൻറ്റേജ്, അൺജസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അവർ ഗെയിൻ ചെയ്യാം. ഓക്കെ, ഇനി ഫ്രോഡ് ഇൻവോൾവ്സ് ഡെലിബറേറ്റ് ആക്ഷൻസ് അൺലൈക്ക് എറേഴ്സ് വിച്ച് ആർ അൺഇൻറ്റൻഷനൽ. അപ്പോൾ എറർ എന്താണ്? എറർ അൺഇൻറ്റൻഷനലാണ്. എറർ ഒരിക്കലും നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, നമ്മളുടെ ഒരു തെറ്റ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവുകേട് കൊണ്ട് നമ്മൾ വരുന്ന സംഭവമാണ് ഇത് എറർ. പക്ഷേ ഫ്രോഡ് എന്താണ്? അത് ഡെലിബറേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണ്. ദ ഓഡിറ്റർ ഫോക്കസസ് ഓൺ ഫ്രോഡ് ദാറ്റ് കോസസ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓഡിറ്റർ ആകെ എന്തേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ? ഈ ഫ്രോഡിൻ്റെ കേസിൽ ഓഡിറ്റർ ഫോക്കസ് ചെയ്യുന്ന ആകെ ഒറ്റ ഫ്രോഡിനെ മാത്രമേ ഉള്ളൂ, നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ മെറ്റീരിയലായിട്ട് മിസ്റ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫ്രോഡ് ഉണ്ടോ എന്നുവെച്ചാൽ ഈ ഫ്രോഡ് കാരണം നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെറ്റീരിയലായിട്ട് മിസ്റ്റേറ്റഡ് ആയി പോകുന്നുണ്ടോ, ഈ ഒരു കാര്യങ്ങൾ മാത്രമേ എന്താ ഉള്ളൂ ഓഡിറ്റർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. എക്സാമ്പിൾസ്: മാനേജ്മെൻറ്റ് ഇൻഫ്ലേറ്റ്സ് സെയിൽസ് ഫിഗേഴ്സ് ടു സെക്യൂർ ലോൺ, ഇറ്റ് ഈസ് എ ഫ്രോഡ് സിൻസ് ഇറ്റ് ഈസ് ഇൻറ്റൻഷനൽ ആൻഡ് ഡിസെപ്റ്റീവ്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് എന്താണ് അവരുടെ സെയിൽ ഫിഗർ അവർ കൂട്ടിക്കാണിച്ച് എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്, ലോൺ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്താണ്? ഇതൊരു ഫ്രോഡാണ്, കാരണം അത് ഇൻറ്റൻഷനലായിട്ട് ചെയ്തതാണ്. അതേമാതിരി തന്നെ ഒരു വഞ്ചന അതിലുണ്ട്, കാരണം നമ്മൾ ബാങ്കിന് സമർപ്പിക്കുന്നത് എന്താണ് കൂടുതൽ സെയിൽ കാണിച്ചിട്ടാണ് സമർപ്പിക്കുന്നത്, പക്ഷേ ശരിക്കും ആക്ച്വലി നമുക്ക് അത്ര ഇല്ല. അപ്പോൾ അതിലെന്താണ് വഞ്ചനയുണ്ട്, അതേമാതിരി തന്നെ ഇൻറ്റൻഷനിലുമാണ്, അതുകൊണ്ട് തന്നെ അതെന്താണ് ഫ്രോഡാണ്. നെക്സ്റ്റ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫ്രോഡ് ആൻഡ് എറർ. അപ്പോൾ ഫ്രോഡും എററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫ്രോഡ് എന്ന് വെച്ചാൽ ഇൻറ്റൻഷനലാണ്, എറർ എന്ന് വെച്ചാൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നെഗ്ലിജൻസ് കാരണമാണ് എന്തുണ്ടാവുന്നത്? എറർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് എന്ത് മെയിൻ ഡിഫറൻസ് ഫ്രോഡും എററും തമ്മിൽ. ഫ്രോഡ് എന്ന് വെച്ചാൽ ഇൻറ്റൻഷനൽ ആൻഡ് എറർ എന്ന് വെച്ചാൽ മിസ്റ്റേക്സ് ഓർ നെഗ്ലിജൻസ് കാരണമാണ് ഉണ്ടാകുന്നത്. സോ ഫ്രോഡ് ഈസ് ഇൻറ്റൻഷനൽ വൈൽ എറർ ഒക്യൂസ് ഡ്യൂ ടു മിസ്റ്റേക്സ് ഓർ നെഗ്ലിജൻസ്. എക്സാമ്പിൾ: എ ടൈപ്പോ ഇൻ എ ഫിനാൻഷ്യൽ റെക്കോർഡ് ഈസ് എൻ എറർ. അപ്പോൾ നമ്മളൊരു ഫിനാൻഷ്യൽ റെക്കോർഡിൽ ഒരു നമ്മൾ ടൈപ്പിംഗ് എറർ കാരണം ഒരു മിസ്റ്റേക്ക് വരികയാണെങ്കിൽ എന്താണ്? അത് എററാണ്. വൈൽ ഫാബ്രിക്കേറ്റിംഗ് എക്സ്പെൻസസ്, അപ്പോൾ നമ്മൾ എക്സ്പെൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? അത് ഫ്രോഡാണ്. ഓഡിറ്റേഴ്സ് ഫോക്കസ് ഓൺ ഫ്രോഡ്. അപ്പോൾ ഓഡിറ്ററിൻ്റെ ഫോക്കസ് എന്താണ് ഫ്രോഡിൽ? ഫ്രോഡ് ലീഡ്സ് ടു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് എഫക്റ്റിംഗ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ്? നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിലയബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും മിസ്റ്റേറ്റ്മെൻറ്റിന് ഈ ഒരു ഫ്രോഡ് കാരണമാകുന്നുണ്ടെങ്കിൽ ആ ഫ്രോഡ് മാത്രമേ എന്തുള്ളൂ? ഓഡിറ്ററിൻ്റെ ഫോക്കസിൽ വരുന്നുള്ളൂ. ഓഡിറ്റർ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂ ആണോ ഫെയർ ആണോ എന്നുള്ള കാര്യം പ്രസൻറ്റ് ചെയ്യലാണ് ഓഡിറ്ററിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവിൽ ഓഡിറ്റർ എന്താ നോക്കേണ്ടത്? ഓഡിറ്റർ ചെക്ക് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിലയബിലിറ്റി, അതിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഫ്രോഡ് കാരണം ഉണ്ടാവുന്നുണ്ടോ? ഇതാണ് ഓഡിറ്ററിൻ്റെ പ്രൈമറി ഫോക്കസ് അല്ലെങ്കിൽ ഓൺലി ഫോക്കസ് റിഗാർഡിംഗ് ഫ്രോഡ്. വൈൽ ഫ്രോഡ് ഇസ് എ ലീഗൽ കോൺസെപ്റ്റ്. അപ്പോൾ ഫ്രോഡ് എന്ന് വെച്ചാൽ ലീഗൽ കോൺസെപ്റ്റാണ്, നമുക്കൊരു പീനലായിട്ടുള്ളൊരു ശിക്ഷ കിട്ടാൻ ചാൻസ് ഉള്ളൊരു ആക്റ്റാണ് ഫ്രോഡ്. ഓഡിറ്റേഴ്സ് ആർ പ്രൈമർലി കൺസേൺഡ് വിത്ത് ഫ്രോഡ് ദാറ്റ് ലീഡ്സ് ടു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് എഫക്റ്റിംഗ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, എക്സാമ്പിൾ: an auditor will investigate if assets are significantly overstated to mislead investor. അപ്പോൾ ഓഡിറ്റർ എന്താ ചെക്ക് ചെയ്യുക? ഓഡിറ്റർ
നോക്കും അസറ്റ് എന്താണ് കൂട്ടി കാണിച്ചിട്ടുണ്ടോ, നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അസറ്റ് കൂടി കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കും. കാരണം ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ കൊടുക്കൽ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഫ്രോഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഫ്രോഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ടൈപ്സ്? ഓക്കെ, 2 രീതിയിലുള്ള ഫ്രോഡാണുള്ളത്. ഒന്നെന്ന് വെച്ചാൽ ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഫ്രോഡാണുള്ളത്. ഒന്ന് വെച്ചാൽ ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, സെക്കൻഡ് വൺ ഈസ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ്. ഒന്ന് നമ്മളുടെ രേഖ നമ്മൾ മാറ്റി കാണിക്കുക, രേഖയിൽ നമ്മൾ എന്താണ് നമ്മളുടെ റിപ്പോർട്ടിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുക. മറ്റേന്ന് വെച്ചാൽ നമ്മൾ അസറ്റ് തന്നെ നമ്മൾ ഒരു അപഹരിക്കുക. Both types involves incentive or pressure, perceived opportunity or rationalization of the act. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ ഐദർ ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആയാലും അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ് ആയാലും ഈ ഒരു ആക്ട് ചെയ്യാൻ നമുക്കൊരു കാരണം വേണം. ആ കാരണങ്ങൾ ബ്രോഡായിട്ട് 3 രീതിയിലേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ നമുക്ക് 3 രീതിയിലായിട്ട് എന്താണ് നമുക്ക് ആ ഒരു കാരണം വരാൻ ചാൻസ് ഉള്ളൂ. ഒന്നുകിൽ എന്തായിരിക്കണം, ഒന്നുകിൽ ഒരു ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാവണം, നമുക്ക് അതിനെ കൊണ്ടൊരു ഗെയിൻ വരണം. നമ്മളൊരു ഫ്രോഡ് ചെയ്യുന്നത് കാരണം നമുക്കൊരു അഡ്വാൻറ്റേജ് നമുക്ക് വരണം, ഒരു അൺജസ്റ്റ് അഡ്വാൻറ്റേജ് നമുക്ക് വരണം, എങ്കിൽ മാത്രമേ നമ്മൾ ഫ്രോഡ് ചെയ്യുള്ളൂ. നമുക്കൊരു ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഫ്രോഡ് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു പ്രഷർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു സെയിൽ, ഞാനൊരു മാർക്കറ്റിംഗ് മാനേജറാണെന്ന് വെക്കുക. അപ്പോൾ എന്താണ്, എനിക്കൊരു ടാർഗറ്റ് തന്നിട്ടുണ്ട്. ഈ ഒരു മന്തിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വാർട്ടറിൽ ഞാനൊരു ഒരു ലിമിറ്റ് ഞാൻ ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ, എൻ്റെ സെയിൽസ് ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് എൻ്റെ ജോലിനെ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രഷർ എനിക്ക് വരികയാണെങ്കിൽ ഞാൻ എന്ത് കാണിക്കും, സെയിൽസ് കൂട്ടി കാണിക്കാൻ ഞാൻ നിർബന്ധനാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രഷർ ഉണ്ടെങ്കിൽ എന്താണ് അപ്പോഴും ഫ്രോഡിന് ഒരു റീസണാണത്. അപ്പോൾ ഒന്നുകിൽ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ പ്രഷർ, ഒന്നുകിൽ എനിക്കൊരു ഗെയിൻ കിട്ടണം, അല്ലെങ്കിൽ എന്താണ് എനിക്ക് നഷ്ടപ്പെടാണ്ടെങ്കിലാണ് ഞാൻ എന്ത് ചെയ്യുക, ഒരു ഫ്രോഡ് ചെയ്യാൻ ഒരു ചാൻസ് ഉള്ളത്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ എനിക്കൊരു ഫ്രോഡ് ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു തലത്തിലുള്ള ഇൻറ്റേർണൽ കൺട്രോളും എന്തില്ല, ഒരു ബിസിനസ്സിനുള്ളിലില്ല. ആ സിറ്റുവേഷൻ എന്താണ്, എനിക്ക് ഫ്രോഡ് ചെയ്യാൻ സുഖമാണ്. ഫ്രോഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ പ്രഷർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുമാതിരി തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഫ്രോഡ് ചെയ്യാൻ. അപ്പം ഞാൻ എന്തായാലും ഫ്രോഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് അവിടെ കൂടുതലാണ്. ആൻഡ് അതേമാതിരി തന്നെ മൂന്നാമത്തെ എന്തും കൂടി വേണം, റാഷണലൈസേഷനും കൂടി വേണം. ഫ്രോഡ് ചെയ്യാൻ താല്പര്യമോ അല്ലെങ്കിൽ അതിനെ വലുതായിട്ട് എതിർക്കുന്ന ഒരാളാവരുത് ഞാൻ. ഈ ഒരു ഫ്രോഡ് ചെയ്യുന്നത് എന്താണ്, ഒരു എത്തിക്കലായിട്ട് എനിക്കൊരു റോങ് അല്ലെങ്കിൽ ഞാൻ എന്താണ് ഫ്രോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ് സുഖമായിട്ട് ഞാനത് ഫ്രോഡ് ചെയ്യും. എനിക്കൊരു അഡ്വാൻറ്റേജ് കിട്ടാനുണ്ട്, എനിക്ക് എന്താണ് ഫ്രോഡ് ചെയ്താൽ എനിക്കൊരു 10 ലക്ഷം രൂപ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേമാതിരി തന്നെ ഫ്രോഡ് ചെയ്യാൻ സകലമാന ഓപ്പർച്യൂണിറ്റീസ് എനിക്കുണ്ട്, കാരണം നല്ലൊരു ഇൻറ്റേർണൽ കൺട്രോൾ ഇല്ല. അതുമാതിരി തന്നെ മൂന്നാമതായിട്ട് ഫ്രോഡ് ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നുമില്ല. ഈ ഒരു 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ഫ്രോഡ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷനാണ്. സോ ഈ 3 കാര്യങ്ങൾ, ഇൻസെൻറ്റീവ് ഓർ പ്രഷർ, പെർസീവ്ഡ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ റേഷണലൈസേഷൻ എന്താണ്, ഇതാണ് ഈ 2 ടൈപ്പിലും ഐദർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റിലോ ഫ്രോഡിന് കാരണമാവുന്ന കാര്യങ്ങൾ. ദെൻ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ്, ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. എന്താണ് ഒരു ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്? Fraudulent financial reporting involves intentional misstatements or omissions in the financial statements to deceive users. അപ്പോൾ ഇൻറ്റൻഷനായിട്ട് നമ്മൾ മിസ്റ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒമീഷൻ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ബുക്കിൽ നമുക്കൊരു ഡെപ്റ്റർ നമുക്ക് എന്താണ് ഒരു പൈസ തരാനുണ്ട്. അയാൾ നമുക്കൊരു പൈസ തന്നു, ഒരു 10,000 rupees ആണെന്ന് വെക്കുക. ആ പൈസ നമുക്ക് തന്നു കഴിഞ്ഞു. ആ തന്ന പൈസ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബുക്കിൽ കാണിക്കാതെ നമ്മൾ ആ 10,000 നമ്മളുടെ പേഴ്സണൽ ആവശ്യത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതെന്താണ്, അത് ഒമീഷനാണ്. വി ആർ നോട്ട് റെക്കോർഡിങ് ദാറ്റ് ട്രാൻസാക്ഷൻ ഇൻ അവർ ബുക്ക്. നമ്മൾ ആ ട്രാൻസാക്ഷൻ നമ്മുടെ ബുക്കിൽ കാണിക്കുന്നില്ല. ഇനി അങ്ങനെയല്ല, 10,000 രൂപ നമുക്ക് കിട്ടി, അതിൽ 5,000 നമ്മൾ ബുക്കിൽ കാണിച്ചിട്ട് ബാക്കിയുള്ള 5,000 നമ്മൾ എടുക്കുകയാണെങ്കിൽ അതെന്താണ്, അത് മിസ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ മിസ്റ്റേറ്റ് നടത്തുകയാണ് അവിടെ. അല്ലെങ്കിൽ നമ്മളെന്താണ് കിട്ടാത്തൊരു പൈസ കാണിച്ചിട്ട് നമ്മൾ അത് ഒഴിവാക്കി വിടുക. സോ ഈ ഒരു കാര്യങ്ങൾ ഒന്നുകിൽ ഇൻറ്റൻഷനലായിട്ട് നമ്മൾ മിസ്റ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒമീഷൻ നടത്തുകയോ ചെയ്യുന്നതിനാണ് എന്ത് പറഞ്ഞത്, ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻവോൾവ്സ് ഇൻറ്റൻഷനൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഓർ ഒമീഷൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് നടത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസീവ് ദ യൂസേഴ്സ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഏത് ടൈപ്പ് ഓഫ് ഫ്രോഡ് ആയാലും എന്താണ് അതിന് 3 കാര്യങ്ങളുണ്ടാവുക. ഒന്നെന്ന് വെച്ചാൽ ഇൻസെൻറ്റീവ്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു മൈൻഡ്. സോ ഇൻസെൻറ്റീവ് ഓർ പ്രഷർ എന്ന് വെച്ചാൽ പ്രഷർ ടു മീറ്റ് ഫിനാൻഷ്യൽ ടാർഗറ്റ്, ഒരു ടാർഗറ്റ് നമുക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരു പ്രഷർ. ഓർ മാക്സിമൈസ് പെർഫോമൻസ് ബേസ്ഡ് റിവാർഡ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒരു പെർഫോമൻസ് നമ്മൾ കൂട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് നമ്മൾ കൂട്ടി കാണിച്ചിട്ട് കൂടുതൽ റിവാർഡ് കിട്ടാനോ, ഈ 2 സിറ്റുവേഷനിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, നമ്മളൊരു ഫ്രോഡിൽ നമ്മൾ മുതിരുക. ദെൻ ഓപ്പർച്യൂണിറ്റി, ഇൻഡിവിജ്വൽ എക്സ്പ്ലോയിറ്റിംഗ് വീക്ക് ഇൻറ്റേർണൽ കൺട്രോൾസ് ഓർ ദെയർ പൊസിഷൻ ഓഫ് ട്രസ്റ്റ്. അപ്പോൾ ഞാനൊരു ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വീക്കായിട്ടുള്ളൊരു ഇൻറ്റേർണൽ കൺട്രോൾ ആണെങ്കിൽ എന്താണ് എനിക്കൊരു ഫ്രോഡ് ചെയ്യാൻ കുറച്ചും കൂടി സുഖമായിരിക്കും, ഓപ്പർച്യൂണിറ്റീസ് കൂടും ഫ്രോഡ് ചെയ്യാനുള്ളത്. ഫ്രോഡ് ചെയ്യാനുള്ള കാരണമാണ് ഇത്, ഫ്രോഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഒരുക്കുന്നതാണ് ഇത്. പിന്നെ ഫ്രോഡ് ചെയ്യാൻ നമുക്ക് യാതൊരു താല്പര്യക്കുറവും കാണിക്കാത്ത സിറ്റുവേഷനാണ് എന്ത്, റാഷണലൈസേഷൻ. സോ ജസ്റ്റിഫൈയിങ് ഡിഷോണസ്റ്റ് ആക്ട് ത്രൂ ആറ്റിറ്റ്യൂഡ് ഓർ എത്തിക്കൽ ഡെഫിഷ്യൻസീസ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ പുതിയ ഇറങ്ങിയ ദുൽഖർ സൽമാൻ്റെ മൂവി ലക്കി ഭാസ്കർ, അപ്പോൾ ഇതൊക്കെ എന്താണ്, അതൊരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള അയാൾ അതിനൊരു തെറ്റായിട്ട് കാണുന്നില്ല ഒരു ഫ്രോഡ് ചെയ്യുന്നതിനെ. സോ അതെന്താണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. സോ അങ്ങനെ ഒരു ത്രൂ ഔട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ എത്തിക്കൽ ഡെഫിഷ്യൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ഫ്രോഡ് ചെയ്യാൻ കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ കിട്ടും. എക്സാമ്പിൾ, എ മാനേജർ ഓവർ സ്റ്റേറ്റിംഗ് റവന്യൂ ടു സെക്യൂർ ബോണസ് ഈസ് ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഒരു ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ റവന്യൂ നമ്മൾ കൂട്ടി കാണിക്കുകയാണെങ്കിൽ അതെന്താണ്, ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. ഇനി മെത്തേഡ്സ് ഓഫ് ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഒരു ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മാനിപ്പുലേഷൻ, ഫോൾസിഫിക്കേഷൻ ഓർ അൾട്ടറിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അപ്പോൾ ഇത് ഓരോന്ന് മെത്തേഡാണ്. ദെൻ മിസ്റെപ്രസെൻറ്റിംഗ് ഓർ ഒമിറ്റിംഗ് സിഗ്നിഫിക്കൻറ്റ് ട്രാൻസാക്ഷൻസ് ഓർ ഇവൻറ്റ്. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻസോ ഇവൻറ്റ്സോ നമ്മൾ എന്ത് ചെയ്യുക, മിസ്റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കി കളയുക, നമ്മൾ ബുക്ക് തന്നെ നമ്മൾ ഒഴിവാക്കി കളയുക. ദെൻ ഇൻറ്റൻഷനലി മിസ്അപ്ലൈയിങ് അക്കൗണ്ടിങ് പോളിസി പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമ്മളെന്താണ്, ചില അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മളെന്താണ് ഇൻറ്റൻഷനലി ആയിട്ട് നമ്മൾ മിസ്അപ്ലൈ ചെയ്യുക. അതെങ്ങനെയാണോ ശരിക്കും ചെയ്യേണ്ടത് അതിന് പകരം തെറ്റായ രീതിയിൽ നമ്മൾ ചെയ്യുക, ഇൻറ്റൻഷനലി ആയിട്ട്. ദെൻ ഓവർ റൈഡിങ് കൺട്രോൾസ് ത്രൂ ഫിക്റ്റീഷ്യസ് എൻട്രീസ് ഓർ അഡ്ജസ്റ്റിംഗ് അസംഷൻസ്. അപ്പോൾ ഓവർ റൈഡിങ് കൺട്രോൾ ത്രൂ ഫിക്റ്റീഷ്യസ് എൻട്രീസ്. അപ്പോൾ നമ്മളൊരു ഇല്ലാത്തൊരു എൻട്രി നമ്മൾ പാസ് ചെയ്തിട്ട് നമ്മളെന്താണ് നമ്മളുടെ കൺട്രോൾസ് ഓവർ റൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ടു അസംഷൻസ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുക. ദെൻ കൺസീലിംഗ് ഫാക്ട്സ് ഓർ സ്ട്രക്ചറിങ് ട്രാൻസാക്ഷൻ ടു മിസ്റെപ്രസെൻറ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, നമ്മുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് നമ്മൾ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചില ട്രാൻസാക്ഷൻസിൻ്റെ സ്ട്രക്ചർ കൺസീൽ ചെയ്യുക, അല്ലെങ്കിൽ ഫാക്ട്സ് നമ്മൾ കൺസീൽ ചെയ്യുക. ട്രാൻസാക്ഷൻസ് സ്ട്രക്ചറും ചെയ്യുക, അതേമാതിരി തന്നെ ഫാക്ട്സ് നമ്മൾ കൺസീലും ചെയ്യുക. എക്സാമ്പിൾ, റെക്കോർഡിംഗ് ഫേക്ക് സെയിൽസ് ക്ലോസ് ടു ദ ഇയർ എൻഡ് ടു ഇൻഫ്ലേറ്റ് റവന്യൂ ഈസ് ഫ്രോഡുലൻറ്റ് റിപ്പോർട്ടിംഗ്. അപ്പോൾ നമ്മളൊരു ഫേക്ക് സെയിൽ നമ്മളൊരു ഇയർ എൻഡിൽ നമുക്ക് എന്താണ്, അപ്പോഴാണ് നമ്മളുടെ ഒരു സെയിൽസ് നമ്മൾക്ക് മനസ്സിലാവുക, നമ്മൾ വെച്ച ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നുണ്ടോ ഈ ഒരു കൊല്ലം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ അച്ചീവ് ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ നമ്മളെന്ന് വെച്ചാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ എന്ത് ചെയ്യും, കൂടുതൽ സെയിൽസ് ബില്ലൊക്കെ കാണിച്ചിട്ട് ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള സെയിൽസ് ഇല്ലാതെ സെയിൽസ് ബില്ലൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യും, കൂടുതൽ സെയിൽസ് കാണിച്ചിട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നമ്മൾ എന്താക്കും, ബെറ്റർ ആക്കും. നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതല്ല, ചെയ്യുന്ന ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസെറ്റ്. നമ്മൾ ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പറഞ്ഞു. അടുത്ത മെത്തേഡാണ് അല്ലെങ്കിൽ അടുത്ത ടൈപ്പാണ് എന്ത്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസെറ്റ്. ദ മിസ്അപ്രോപ്രിയേഷൻ ഇൻവോൾവ്സ് തെഫ്റ്റ് ഓഫ് അസെറ്റ്. അപ്പോൾ അസറ്റ് നമ്മൾ മോഷ്ടിക്കുക. ആൻഡ് ഇസ് ഓഫൺ കമ്മിറ്റഡ് ബൈ എംപ്ലോയീസ് ഓർ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത് കൂടുതൽ ചെയ്തു വരുന്ന ആരാണ്, ഒന്നെങ്കിൽ എംപ്ലോയീസോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ ആണ് എന്ത് ചെയ്യുക, ഈ ഒരു മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസെറ്റ് ചെയ്യുക. ദെൻ തെഫ്റ്റ് ഓഫ് റെസീറ്റ്, ഡൈവേർട്ടിങ് കളക്ഷൻ ടു പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്കൊരു അക്കൗണ്ട്സ് റിസീവബിളിൽ നിന്നും അല്ലെങ്കിൽ ഡെറ്ററിൽ നിന്നും നമുക്കൊരു പൈസ കിട്ടി, ആ പൈസ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ക്യാഷ് നമ്മളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി. സോ തെഫ്റ്റ് ഓഫ് റെസീറ്റ്. ദെൻ സ്റ്റീലിംഗ് അസെറ്റ്, ടേക്കിംഗ് ഇൻവെൻട്രി ഓർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഫോർ പേഴ്സണൽ യൂസ് ഓർ സെയിൽ. അപ്പോൾ നമ്മളൊരു ഇൻവെൻട്രി മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മളുടെ ഒരു വ്യക്തിപരമായ കാര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുകയോ ചെയ്യുന്നത് എന്താണ്, അത് സ്റ്റീലിംഗ് അസെറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഫിക്റ്റീഷ്യസ് പേയ്മെൻറ്റ് കാണിക്കുക. പേയിങ് ഫോർ ഗുഡ്സ് ഓർ സർവീസ് നോട്ട് റിസീവ്ഡ്. അപ്പോൾ നമുക്ക് കിട്ടാത്ത നമ്മളെ ബിസിനസ്സിലേക്ക് നമ്മൾ എന്താണ്
നമ്മൾ പർച്ചേസ് ചെയ്യാത്തൊരു ഇൻവെൻട്രിക്ക് വേണ്ടി നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുക. നമ്മൾ ആ പർച്ചേസ് നമ്മൾ നമ്മൾ ഇല്ലാത്ത രീതിയിൽ കാണിച്ചിട്ട് ഫിക്റ്റീഷ്യസ് ആയിട്ട് കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് പേയ്മെൻറ്റ് കൊടുക്കുക. എന്നിട്ട് ആ ക്യാഷ് നമ്മൾ തന്നെ യൂസ് ചെയ്യുക. കിക്ക് ബാക്സ് ഓർ ഫേക്ക് എംപ്ലോയീസ്, ഇതൊക്കെ എന്താണ്, ഫേക്ക് എംപ്ലോയീസിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് സാലറി കൊടുക്കുക. അവിടെ ശരിക്കും ഒരു എംപ്ലോയീസ് ഇല്ല, ബട്ട് നമ്മൾ സ്റ്റിൽ അവർക്ക് സാലറി കൊടുക്കുക. അതൊക്കെ ഒരു ഫിക്റ്റീഷ്യസ് പേയ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ യൂസിങ് അസറ്റ് ഫോർ പേഴ്സണൽ യൂസ്, നമ്മളുടെ ബിസിനസ്സിൻ്റെ ഒരു അസറ്റ് നമ്മൾ പേഴ്സണൽ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പ്ലഡ്ജിങ് അസറ്റ്സ് ആസ് കൊളാട്രൽ ഫോർ പേഴ്സണൽ ലോൺസ്. ഫാൾസ് റെക്കോർഡ്സ്, ക്രിയേറ്റിംഗ് മിസ്ലീഡിങ് ഡോക്യുമെൻറ്റ്സ് ടു കൺസീൽ ദ തെഫ്റ്റ്. അപ്പോൾ തെഫ്റ്റ് കൺസീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, മിസ്ലീഡിങ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ എന്താണ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റിൻ്റെ ഒരു ഭാഗമാണ്. എക്സാമ്പിൾ, an employee steals inventory and adjusts stock records to hide the theft. അപ്പോൾ ഒരു എംപ്ലോയി എന്താണ്, ഒരു ഇൻവെൻട്രി വിറ്റിട്ട് അയാൾ ആ സ്റ്റോക്ക് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാണ്, റെക്കോർഡിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി ഓഡിറ്റേഴ്സ് റോൾ ഇൻ ഫ്രോഡ് ഡിറ്റക്ഷൻ. അപ്പോൾ ഓഡിറ്ററിൻ്റെ റോൾ എന്താണ് ഫ്രോഡ് ഡിറ്റക്ഷനിൽ? ഓഡിറ്റർ മേ സസ്പെക്ട് ഫ്രോഡ് or even identify it, but they do not make legal determination about its occurrence. അപ്പോൾ എന്താണ്, ഒരു ഓഡിറ്റർ എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്ററിന് ഫ്രോഡ് സസ്പെക്റ്റും ചെയ്യാം, അതേമാതിരി തന്നെ ഐഡൻറ്റിഫൈയും ചെയ്യാം. പക്ഷേ ലീഗലായിട്ടൊരു ഡിറ്റർമിനേഷനും ഓഡിറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല. ഓഡിറ്ററിൻ്റെ ആകെയുള്ള ഫോക്കസ് എന്തായിരുന്നു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മിസ്റ്റേറ്റഡ് ആവുന്നുണ്ടോ ഫ്രോഡ് കാരണം, ഇതേ ആകെ ഓഡിറ്റർ നോക്കുള്ളൂ. എക്സാമ്പിൾ, ഓഡിറ്റർ ഫൈൻഡിങ് മിസ്സിംഗ് ക്യാഷ് ത്രൂ റീകൺസിലേഷൻ മേ റിപ്പോർട്ട് ഇറ്റ് ബട്ട് നോട്ട് ഡിസൈഡ് ഓൺ ഇറ്റ്സ് ലീഗാലിറ്റി. അപ്പോൾ എന്താണ്, റിപ്പോർട്ട് ചെയ്യും, ഒരു റീകൺസിലേഷൻ നടത്തിയിട്ട് ക്യാഷ് മിസ്സാന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യില്ല, അത് അതിൻ്റെ ലീഗാലിറ്റി ഓഡിറ്റർ ഡിസൈഡ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റെസ്പോൺസിബിലിറ്റി ഫോർ പ്രിവെൻറ്റിംഗ് ആൻഡ് ഡിറ്റക്റ്റിംഗ് ഫ്രോഡ്. അപ്പോൾ ഒരു ഫ്രോഡ് പ്രിവെൻറ്റും അതേമാതിരി തന്നെ ഡിറ്റക്റ്റും ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ്? അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഫോർ പ്രിവെൻറ്റിംഗ് ആൻഡ് ഡിറ്റക്റ്റിംഗ് ഫ്രോഡ്. അപ്പോൾ ഒരു ഫ്രോഡ് പ്രിവെൻറ്റും ഡിറ്റക്റ്റും ചെയ്യാനുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആരതാണ്? മാനേജ്മെൻറ്റിൻ്റെയും അതുമാതിരി തന്നെ ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസിൻ്റെയാണ് എന്ത്, ഒരു ഫ്രോഡ് പ്രിവെൻറ്റും ഡിറ്റക്റ്റും ചെയ്യാനുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി. അത് ഓഡിറ്ററിൻ്റെതല്ല. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തികൾ, അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന വ്യക്തികളാണെന്ത്, ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന വ്യക്തികളാണ് ഒരു ഫ്രോഡ് നടക്കരുത് എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തേണ്ടത്. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ത്, പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്. അപ്പോൾ ഫസ്റ്റ് ഫ്രോഡ് പ്രിവെൻഷനാണ്. അപ്പോൾ നമുക്കൊരു ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ, എന്ന് വെച്ചാൽ ഫ്രോഡിനെ തടഞ്ഞു നിർത്തണമെങ്കിൽ, അത് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണമെങ്കിൽ എന്താണ്, നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് വെച്ചാൽ ഒരു ഹോണസ്റ്റിൻ്റെ കൾച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു ക്രിയേറ്റിംഗ് എ കൾച്ചർ ഓഫ് ഹോണസ്റ്റി ആൻഡ് സ്ട്രോങ് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ സ്ട്രോങ് ആയിട്ടൊരു ഇൻറ്റേർണൽ കൺട്രോളും കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫ്രോഡിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്? ഒന്ന് വെച്ചാൽ ക്രിയേറ്റിംഗ് എ കൾച്ചർ ഓഫ് ഹോണസ്റ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്ട്രോങ് ഇൻറ്റേർണൽ കൺട്രോൾ, ബിൽഡ് എ സ്ട്രോങ് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ, ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ പറഞ്ഞു 3 കാരണങ്ങൾ കൊണ്ടാണ് ഫ്രോഡ് ഉണ്ടാവുക. ജനറലി സ്പീക്കിംഗ് 3 റീസൺസ് ആർ ദെയർ ഫോർ ഫ്രോഡ്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ എന്താണ്, ഇൻസെൻറ്റീവ് ഓർ പ്രഷറാണ്. രണ്ടാമത്തെ വെച്ചാൽ ഓപ്പർച്യൂണിറ്റി, ആൻഡ് മൂന്നാമത്തെ വെച്ചാൽ റാഷണൽ ആയിട്ടൊരു ബിഹേവിയർ. എന്ന് വെച്ചാൽ നമ്മൾ ഇമോഷണലെക്കാട്ടും നമ്മൾ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് അല്ല എന്തായാലും പറയാം, നമ്മളുടെ ബെനിഫിറ്റാണ് കൂടുതൽ നോക്കുന്നത്, നമ്മൾ ഇമോഷണൽ അല്ലെങ്കിൽ എത്തിക്കലായിട്ടുള്ള സൈഡിനെക്കാട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത മാറ്റാൻ നമ്മൾ കുറച്ചുകൂടി നമ്മൾ ഇമോഷണലും അതേപോലെ നമ്മൾ കുറച്ചുകൂടി എത്തിക്കലാക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമുക്കൊരു ഓണസ്റ്റ് ആയിട്ടുള്ളൊരു കൾച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഒരു റാഷണൽ ആയിട്ടുള്ള ബിഹേവിയർ നമുക്കൊരു ലിമിറ്റ് വരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഫ്രോഡിൻ്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസും ചെയ്യാൻ പറ്റും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രോഡിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ഡിറ്ററൻസ് ആണ്. ഫ്രോഡിനെ തടഞ്ഞു നിർത്തുക. ഓക്കെ, പ്രതിരോധിക്കുക, ഫ്രോഡിനെ പ്രതിരോധിക്കുക. പ്രിവെൻഷൻ ആയാലും തടഞ്ഞു നിർത്തുക. ഫ്രോഡ് ഡിറ്ററൻസ് വെച്ചാൽ പ്രതിരോധം. എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്ന് വെച്ചാൽ, പെർsuading ഇൻഡിവിജ്വൽസ് നോട്ട് ടു കമ്മിറ്റ് ഫ്രോഡ് ഡ്യൂ ടു ഫിയർ ഓഫ് ഡിറ്റക്ഷൻ ആൻഡ് പണിഷ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഫ്രോഡ് കണ്ടുപിടിക്കുന്നതും അതേമാതിരി തന്നെ അതിന് കൊടുക്കുന്ന ശിക്ഷയും പേടിച്ചിട്ട് എന്ത് ചെയ്യുക, ആൾക്കാർ ഫ്രോഡ് ചെയ്യുന്നത് നിർത്തുക, ഫ്രോഡ് പണി നിർത്തുക. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ വെച്ചാൽ ഗവർണൻസ് ഓവർസൈറ്റ്. അപ്പോൾ ആക്റ്റീവ് മോണിറ്ററിങ് ബൈ ദ ബോർഡ് റീഇൻഫോഴ്സ് എത്തിക്കൽ ബിഹേവിയർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്, അവിടെ ഒരു CCTV ഫിക്റ്റ് ചെയ്തിട്ട് എടുക്കുക നമ്മുടെ ഓഫീസിൽ. നമ്മൾ ഒരു അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളൊരു ഡിസിപ്ലിൻ ഉണ്ടാവണം, അപ്പോൾ കൂടും.
നമ്മളുടെ എത്തിക്കൽ ബിഹേവിയർ എന്താണ്? അപ്പോൾ ഒരു കൂടും, ഒരു മോണിറ്ററിങ്, ഒരു ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒരു മോണിറ്ററിങ് നമ്മളുടെ മുകളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ ഒരു ബിഹേവിയർ ഒരു എത്തിക്കലാവും. സോ അതാണ് മൂന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത്, ഗവർണൻസ് ഓവർസൈറ്റ്. ഫസ്റ്റ് ഫ്രോഡ് പ്രിവെൻഷൻ, ദെൻ ഡിറ്ററൻസ് ആൻഡ് ഗവർണൻസ് ഓവർസൈറ്റ്. എക്സാമ്പിൾ, സെറ്റിംഗ് സ്ട്രിക്റ്റ് അപ്രൂവൽ പ്രോസസ് ഫോർ ലാർജ് ട്രാൻസാക്ഷൻ ഹെൽപ്സ് പ്രിവെൻറ്റ് ഫ്രോഡ്. അപ്പോൾ എന്താണ്, ഒരു ലാർജ് ആയുള്ള ട്രാൻസാക്ഷൻസിന് നമ്മളൊരു അപ്രൂവൽ വെക്കുകയാണ്, ആ പ്രോസസ്സ് അപ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു അതോറിറ്റീനെ വെക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ഫ്രോഡിൻ്റെ ചാൻസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്താണ് ഇവിടെ കുറയും. ഓക്കെ, നെക്സ്റ്റ് വെച്ചാൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഓഡിറ്റർ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ആരതാണ്? മാനേജ്മെൻറ്റിൻ്റെയും അതേമാതിരി തന്നെ TCWGൻ്റെയാണ്. അപ്പോൾ ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഫ്രോഡിൻ്റെ? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. The auditor must obtain reasonable assurance that the financial statements are free from material misstatement, whether caused by fraud or error, while acknowledging inherent audit limitations. അപ്പോൾ ഓഡിറ്റിൻ്റെ ഒരു ഫസ്റ്റ് മെയിൻ പർപ്പസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മിസ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഫ്രീ ആണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക, ഒരു റീസണബിൾ ആയിട്ടുള്ള അഷുറൻസ് കൊണ്ടുവരിക. അതാണ് ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി. എങ്ങനെയാണ് ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്? ഒന്നുകിൽ ഫ്രോഡോ അല്ലെങ്കിൽ എററോ കാരണം ഈ മിസ്റ്റേറ്റ്മെൻറ്റ് വരുള്ളൂ. അത് എന്താണ്, അങ്ങനെ ഒരു ഫ്രോഡോ അല്ലെങ്കിൽ എററോ കാരണം ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എറർ അല്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അതാണ് ഓഡിറ്ററിൻ്റെ ചുമതല, ഒരു റീസണബിൾ ആയിട്ടുള്ള അഷുറൻസ് വരുത്തുക. ആൻഡ് എന്താണ്, ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസും ഓഡിറ്റ് ആയിട്ടുള്ള ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് ഓഡിറ്റർ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസിഡറേഷനിൽ എന്ത് ചെയ്യുക, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്നുള്ളൊരു റീസണബിൾ അഷുറൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി. പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആരതാണ്? മാനേജ്മെൻറ്റിൻ്റെയും അതേമാതിരി തന്നെ TCWGൻ്റെയാണ്. ഓഡിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആകെ എന്തേ ഉള്ളൂ, ഫ്രോഡ് കാരണം അല്ലെങ്കിൽ എറർ കാരണം. ഫ്രോഡിൻ്റെ ബേസിൽ മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഫ്രോഡ് കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് അല്ല എന്നുള്ളൊരു കാര്യത്തിന് ഒരു റീസണബിൾ അഷുറൻസ് കൊടുക്കുക എന്നതാണ് ഓഡിറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി. റിസ്ക് ഓഫ് നോട്ട് ഡിറ്റക്റ്റിംഗ് ഫ്രോഡ് ഈസ് ഹയർ ദാൻ ഫോർ എറർ ഡ്യൂ ടു സൊഫിസ്റ്റിക്കേറ്റഡ് സ്കീംസ് സച്ച് ആസ് ഫോർജറി ഓർ കൊല്യൂഷൻ. അപ്പോൾ നമ്മളൊരു എറർ കാരണം ഉണ്ടാകുന്ന ഫ്രോഡ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക്, റിസ്ക്, അതെന്താണ്? ഒരു മിനിറ്റ്. ഒരു എറർ കാരണം ഉണ്ടാവുന്ന ഒരു റിസ്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, ഈസിയാണ്. പക്ഷേ ഒരു ഫ്രോഡ് കാരണം ഉണ്ടാകുന്ന ഒരു റിസ്ക് നമുക്ക് കണ്ടുപിടിക്കാൻ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിൽ എന്തൊക്കെ ഉണ്ടാകും, ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയ സ്കീം ഉണ്ടാകും. നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് നമ്മളെപ്പോഴും നമ്മളൊരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ അറിയാണ്ടൊരു എല്ലാ തെളിവുകളും നമ്മൾ വെച്ചിട്ട് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യില്ല. എല്ലാ തെളിവുകളും നമ്മൾ എന്താണ് ഒളിപ്പിച്ച് വെച്ചിട്ട് അതേമാതിരി തന്നെ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എപ്പോഴും ഫ്രോഡ് നമ്മൾ കമ്മിറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഫ്രോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ റിസ്ക് അങ്ങനെയല്ല, ഫ്രോഡ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എറർ അങ്ങനെയല്ല. എറർ എന്താണ്, എറർ ഒരു അൺഇൻറ്റൻഷനൽ ആയുള്ള ഒരു ആക്റ്റാണ്, ആർക്കും അതിൽ യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാൻ എപ്പോഴും ഈസി ആയിരിക്കും. സോ റിസ്ക് ഓഫ് നോട്ട് ഡിറ്റക്റ്റിംഗ് ഫ്രോഡ്, അപ്പോൾ ഒരു ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാത്തതിൻ്റെ റിസ്ക് എന്താണ്, എപ്പോഴും എറർ ഡിറ്റക്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലാണ്. ഓഡിറ്റേഴ്സ് അബിലിറ്റി ടു ഡിറ്റക്ട് ഫ്രോഡ് ഡിപ്പെൻഡ്സ് ഓൺ ഫാക്ടേഴ്സ് ലൈക്ക് സ്കിൽഫുൾനെസ് ഓഫ് പെർപെട്രേറ്റർ, മാനിപ്പുലേഷൻ എക്സ്റ്റെൻറ്റ്, കൊല്യൂഷൻ ആൻഡ് ദ സീനിയോറിറ്റി ഇൻവോൾവ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഒരു ഓഡിറ്ററിന് ഒരു ഫ്രോഡ് കണ്ടുപിടിക്കാനുള്ളൊരു എബിലിറ്റി അതെപ്പോഴും എന്തിൻ്റെ ഡിപ്പെൻഡൻ്റായിരിക്കും, ഈ ഫ്രോഡ് ചെയ്ത ആളുടെ ഒരു സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേമാതിരി തന്നെ മാനിപ്പുലേഷൻ എക്സ്റ്റെൻറ്റ് എത്രമാത്രം. ഓഡിറ്റേഴ്സ് എബിലിറ്റി ടു ഡിറ്റക്ട് ഫ്രോഡ് ഡിപ്പെൻഡ്സ് ഓൺ ഫാക്ടേഴ്സ് ലൈക്ക് സ്കിൽഫുൾനെസ് ഓഫ് ദ പെർപെട്രേറ്റർ, മാനിപ്പുലേഷൻ എക്സ്റ്റെൻറ്റ്, കൊല്യൂഷൻ ആൻഡ് ദ സീനിയോറിറ്റി ഓഫ് ഇൻവോൾവ്ഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ എന്താണ്, ഒരു ഓഡിറ്റർ ഒരു റിസ്ക് അല്ലെങ്കിൽ ഒരു ഫ്രോഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഓഡിറ്ററിൻ്റെ കഴിവ് അല്ലെങ്കിൽ ഒരു എബിലിറ്റി എപ്പോഴും എന്തിൻ്റെ ബേസിലായിരിക്കും, ഒന്നുകിൽ ആ ഫ്രോഡ് ചെയ്തൊരാളുടെ കഴിവ് സ്കിൽഫുൾനെസ്സിൻ്റെ ബേസിലായിരിക്കും. എന്ന് വെച്ചാൽ അയാൾ വളരെ വിദഗ്ധമായിട്ടാണ് ആ ഫ്രോഡ് ചെയ്തതെങ്കിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഓഡിറ്ററിന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അയാളൊരു വിദഗ്ധമല്ല, അയാൾ വളരെ ഒരു ഇമ്മച്വറായ രീതിയിലാണ് ആ ഫ്രോഡ് ചെയ്തതെങ്കിൽ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ഓഡിറ്ററിൻ്റെ അബിലിറ്റി എന്താണ്, ഈ ഒരു സ്കിൽഫുൾനെസ്സിൻ്റെ ബേസിൽ ആയിരിക്കും. അതേമാതിരി തന്നെ എന്താണ്, മാനിപ്പുലേഷൻ എക്സ്റ്റെൻറ്റ് എത്രമാത്രം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫ്രോഡ്, അതും എന്താണ് ഓഡിറ്ററിൻ്റെ അബിലിറ്റിനെ എഫക്റ്റ് ചെയ്യും. ദെൻ
കൂട്ടമായിട്ടാണോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണോ ചെയ്തത്, അതും എഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാളൊരു മലയാളം മൂവി കണ്ടു, ഗോളം എന്ന് പറഞ്ഞൊരു മൂവി കണ്ടു. അതിലൊരു ക്രൈം ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാവരും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് ആ ഒരു ക്രൈം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുമാതിരി തന്നെയാണ് ഫ്രോഡും എല്ലാവരും കൂടി ഒരു അറിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫ്രോഡ് കുറച്ചും കൂടി സ്മൂത്തായിട്ടൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേമാതിരി തന്നെ അതിൻ്റെ തെളിവുകളും വളരെ ലിമിറ്റഡ് ആയിരിക്കും. ദെൻ സീനിയോറിറ്റി ഓഫ് ഇൻവോൾവ്ഡ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഏറ്റവും ടോപ്പ് ഹയർ അതോറിറ്റിയിലൊരാളുണ്ടെങ്കിൽ ആ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുന്നതിൽ അങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്കത് കൺസീൽ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഓഡിറ്ററിൻ്റെ എബിലിറ്റി ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ആണ്. ദെൻ ഫ്രോഡ് ഇൻവോൾവിംഗ് മാനേജ്മെൻറ്റ് ഈസ് ഹാർഡർ ടു ഡിറ്റക്ട് ഡ്യൂ ടു ദെയർ എബിലിറ്റി ടു ഓവർ റൈഡ് കൺട്രോൾസ് ഓർ മാനിപ്പുലേറ്റ് റെക്കോർഡ്സ്. സോ ഫ്രോഡ് ഇൻവോൾവിംഗ് മാനേജ്മെൻറ്റ്, അപ്പോൾ മാനേജ്മെൻറ്റ് ഇൻവോൾവ് ആയിട്ടുള്ളൊരു ഫ്രോഡ് ആണെങ്കിൽ അതെന്താണ്, അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു കൺട്രോൾ ഓവർ റൈഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും അതേമാതിരി തന്നെ റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്യാനും അവർക്ക് സുഖമായിട്ട് പറ്റും. ഇപ്പോൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ, ഗോളം എന്ന് പറഞ്ഞ സിനിമേൻ്റെ എക്സാമ്പിളിൽ തന്നെ എന്താണ്, ആ ഒരു ഓഫീസിലെ എല്ലാവരും എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന മാനേജറിനെയാണ് അവർ കൊല്ലുന്നതെങ്കിലും അതിൻ്റെ താഴെ നിൽക്കുന്ന വ്യക്തികൾ ഉൾപ്പെടെ എല്ലാവരും അതിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, അവർക്ക് ഒരു വ്യക്തിനെ, അപ്പോൾ ആ ഒരു ക്രൈമിൽ പങ്കെടുക്കാത്തൊരു വ്യക്തിനെ ആ ഒരു സീനിൽ നിന്ന് ഒഴിവാക്കാൻ തന്നെ അവർക്ക് സുഖമായിട്ട് സാധിക്കുന്നുണ്ട്. സോ അവരുടെ കൺട്രോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്രൈം അല്ലെങ്കിൽ ആ ഒരു ഫ്രോഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഇൻവോൾവ് ആയൊരു ഫ്രോഡാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. സോ ഫ്രോഡ് ഇൻവോൾവിംഗ് മാനേജ്മെൻറ്റ് ഈസ് ഹാർഡർ ടു ഡിറ്റക്ട്. Auditor must maintain professional skepticism, especially considering management's potential to override control. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ്, ഈ ഒരു കൺട്രോൾ ഓവർറൈഡ് ഉള്ള മാനേജ്മെൻറ്റിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കി അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളെപ്പോഴും ഓഡിറ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ സ്കെപ്റ്റിസം ഓഡിറ്റർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എക്സാമ്പിൾ, മാനേജ്മെൻറ്റ് കൊള്യൂഡിങ് ടു മിസ്റെപ്രസെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് may deceive auditors through fabricated evidence or intentional omissions. അപ്പോൾ എന്താണ്, മാനേജ്മെൻറ്റ് കൊല്യൂഡ് ചെയ്തിട്ടുള്ളൊരു മിസ്റെപ്രസെൻറ്റേഷൻ എന്താണ്, ഒരു ഓഡിറ്ററിന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എവിഡൻസ് അവർ നമുക്ക് തരും, അത് നമ്മൾ കണ്ടാൽ നമ്മൾ വിശ്വസിക്കാൻ ചാൻസ് ഉണ്ട്. അതേമാതിരി തന്നെ ഇൻറ്റൻഷൻ ആയിട്ടുള്ള ഒമീഷൻസും ആ ഒരു പ്രോസസ്സിലുണ്ടാകും. അതും അവർക്ക് എന്താണ്, അവർക്ക് കൺസീൽ ചെയ്യാൻ സുഖമായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വന്നത് ഫ്രോഡ് റിസ്ക് ഫാക്ടറാണ്. എന്താണൊരു ഫ്രോഡ് റിസ്ക് ഫാക്ടർ? അപ്പോൾ ഫ്രോഡ് റിസ്ക് ഫാക്ടറിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഫ്രോഡ് റിസ്ക് ഫാക്ടർ എന്ന് വെച്ചാൽ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് ഫ്രോഡ് റിസ്ക് ഫാക്ടർ. ഓക്കെ, ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ക്രിയേറ്റ്സ്. അതെന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു കണ്ടീഷനോ ഒരു ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്നുകിൽ ഒരു ഇൻസെൻറ്റീവ്, അല്ലെങ്കിൽ ഒരു പ്രഷർ, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു 3 കാര്യങ്ങളാണെന്ത് ഒരു ഫ്രോഡിന് ഫ്രോഡിന് റീസൺ ആവുന്ന കാര്യങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് വെച്ചാൽ ഇൻസെൻറ്റീവ് ഓർ പ്രഷർ, രണ്ടാമത്തത് ഓപ്പർച്യൂണിറ്റി, മൂന്നാമത്തത് റാഷണൽ ആയിട്ടുള്ളൊരു ബിഹേവിയർ. റാഷണൽ ബിഹേവിയർ എന്താണ്, ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് നമ്മളുടെ ഒരു സ്വയം ഒരു നമ്മളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ക്യാരക്ടറാണെന്ത് ഒരു റാഷണൽ ആയിട്ടുള്ള ബിഹേവിയർ. അപ്പോൾ അത് ഒന്നിനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആകെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയുള്ളൂ, ഒന്ന് വെച്ചാൽ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി. ഈ ഇൻസെൻറ്റീവിനെയോ പ്രഷറിനെയോ ഓപ്പർച്യൂണിറ്റിനെയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ കണ്ടീഷനോ ആണ് ഫ്രോഡ് റിസ്ക് ഫാക്ടർ. പക്ഷെ കഴിഞ്ഞില്ല, ഈ ഒരു ഇൻസെൻറ്റീവോ പ്രഷറോ ഓപ്പർച്യൂണിറ്റിയോ എന്തിന് കാരണമാവണം, ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ളൊരു കാരണമാവുകയാണെങ്കിൽ അതെന്താണ്, അതൊരു ഫ്രോഡ് റിസ്ക് ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ എന്താണൊരു ഫ്രോഡ് റിസ്ക് ഫാക്ടർ? അതൊരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ്. അതെന്താണ് ചെയ്യുന്നത്, അത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തൊക്കെ, ഇൻസെൻറ്റീവ്, പ്രഷർ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് മൂന്നും എന്താണ്, ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ കാരണമാവുന്നതാണെങ്കിൽ എന്താണ്, അതൊരു ഫ്രോഡ് റിസ്ക് ഫാക്ടറാണ്. ഫ്രോഡിന് കാരണമാകുന്ന ഫാക്ടർ, അതാണ് ഫ്രോഡ് റിസ്ക് ഫാക്ടർ. സോ ഫ്രോഡ് റിസ്ക് ഫാക്ടർ ആർ ഇവൻറ്റ്സ് ഓർ കണ്ടീഷൻ ദാറ്റ് ക്രിയേറ്റ് ഇൻസെൻറ്റീവ്, പ്രഷർ ഓർ ഓപ്പർച്യൂണിറ്റി ടു കമ്മിറ്റ് ഫ്രോഡ്. പ്രഷർ ടു മീറ്റ് ദ തേർഡ് പാർട്ടി എക്സ്പെക്ടേഷൻസ് ലൈക്ക് ഒബ്റ്റെയിനിങ് ഫിനാൻസിങ്. അപ്പോൾ നമ്മളൊരു തേർഡ് പാർട്ടീൻ്റെ ഇത് എൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നതാണ്. ഒരു തേർഡ് പാർട്ടീൻ്റെ എക്സ്പെക്ടേഷൻ നമുക്ക് എന്താണ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെന്താണ് നമ്മളൊരു പ്രഷറിന് കാരണമാവും.
ഇൻസെൻറ്റീവ് എന്ന് വെച്ചാൽ ലൈക്ക് ബോണസ് ടു ടൈ ടു അഗ്രസീവ് ടാർഗറ്റ്. അപ്പോൾ നമ്മളൊരു അഗ്രസീവ് ഒരു ഹ്യൂമാങ്കസ് ടാർഗറ്റ് നമുക്ക് തന്നിട്ട് അത് അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് ബോണസ് തരൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ മാക്സിമം നോക്കും. ഇനി അതും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ്, അത് ഫ്രോഡ് ചെയ്തിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ദെൻ ഓപ്പർച്യൂണിറ്റീസ് അറൈസ് ഫ്രം വീക്ക് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ ഒരു വീക്ക് അല്ലെ ഇൻറ്റേർണൽ കൺട്രോൾ എന്താണ് ഉണ്ട്, അതൊരു ഓപ്പർച്യൂണിറ്റി തന്നു, നമുക്ക് ഫ്രോഡ് ചെയ്യാനുള്ളൊരു അവസരം തന്നു. അപ്പോൾ ആ ഒരു വീക്കായിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾ എന്താണ്, അതൊരു ഫ്രോഡ് റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സിൻ്റെ എന്താണ്, എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾ, എ മാനേജർ മാനിപ്പുലേറ്റ്സ് പ്രോഫിറ്റ് ടു സെക്യൂർ ബോണസ്. അപ്പോൾ ഒരു പ്രോഫിറ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എന്താണ്, ബോണസ് സെക്യൂർ ചെയ്യാൻ നോക്കുക ഒരു മാനേജർ, അതെന്താണ്, ഒരു ഫ്രോഡ് റിസ്ക് ഫാക്ടറാണ്. നെക്സ്റ്റ്, എക്സാമ്പിൾസ് ഓഫ് ഫ്രോഡ് റിസ്ക് ഫാക്ടർ. അപ്പോൾ ഈ ഒരു ഫ്രോഡ് റിസ്ക് ഫാക്ടറിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഫ്രോഡാണുള്ളത്. ഒന്ന് വെച്ചാൽ ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ്. അപ്പോൾ എന്തൊക്കെ ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ് ആണുള്ളത് നോക്കാം. റിലേറ്റിംഗ് ടു മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ്. അതിൽ ഫസ്റ്റ് എന്താണ്, റിസ്ക് ഫാക്ടേഴ്സ് റിലേറ്റിംഗ് ടു മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫസ്റ്റ് ഇൻസെൻറ്റീവ് ഓർ പ്രഷറാണ്. അപ്പോൾ ഇൻസെൻറ്റീവിനും പ്രഷറിനും കാരണമാവുന്ന എന്തൊക്കെ ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സാണ് ഉണ്ടാവുന്നത്. ഒന്ന് വെച്ചാൽ ത്രെറ്റൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയോ നമുക്ക് എന്താണ്, നമുക്ക് ആവശ്യമാണ്, വളരെ നിർബന്ധമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഒരു കരിയർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ത്രെറ്റ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു ഫ്രോഡ് റിസ്ക് ഫാക്ടറാണ്. ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഒരു ഇൻസെൻറ്റീവോ പ്രഷറിനോ കാരണമാവുന്ന കാര്യങ്ങളിൽ ഒന്നെന്ന് വെച്ചാൽ ത്രെറ്റൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ പ്രോഫിറ്റബിലിറ്റി. രണ്ടാമത് വെച്ചാൽ പ്രഷർ ടു മീറ്റ് എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, അതൊരു പ്രഷറാണ്. മൂന്നാമത്തത് മാനേജ്മെൻറ്റ്സ് പേഴ്സണൽ ഫിനാൻഷ്യൽ ത്രെറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പേഴ്സണലായുള്ളൊരു ഫിനാൻഷ്യൽ ത്രെറ്റ്. ആൻഡ് ഫോർത്ത് വൺ എന്ന് വെച്ചാൽ പ്രഷർ ടു മീറ്റ് ഫിനാൻഷ്യൽ ടാർഗറ്റ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ടാർഗറ്റ് മീറ്റ് ചെയ്യാനുള്ള നമ്മളൊരു പ്രഷർ. ഈ ഒരു കാരണങ്ങളാണെന്ത്, ഒരു ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് കാരണമാവുന്ന റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് നോക്കാം. ത്രെറ്റൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഒരു എക്സാമ്പിൾസ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയിൽ നമുക്കൊരു ത്രെറ്റ് വരുമ്പോൾ നമ്മളൊരു റിസ്ക് ഫാക്ടർ എന്ന് വെച്ചാൽ ഫ്രോഡ് റിസ്ക് ഫാക്ടർ അവിടെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഹൈ കോമ്പറ്റീഷൻ ഓർ മാർക്കറ്റ് സാച്ചുറേഷൻ വിത്ത് എ ഡിക്ലൈനിങ് മാർജിൻസ്. അപ്പോൾ ഒരു ഹൈ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് സാച്ചുറേഷനോ വരികയാണ്, അതിൻ്റെ കൂടെ തന്നെ ഡിക്ലൈനിങ് മാർജിനും കൂടി വരികയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോഫിറ്റ് മാർജിൻ നമുക്ക് കുറയും ചെയ്യുകയാണെങ്കിൽ എന്താണ്, അവിടെ ഒരു ഫ്രോഡ് റിസ്ക് ഫാക്ടർ വരാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ, എ ടെക് കമ്പനി ഇൻ എ സാച്ചുറേറ്റഡ് സ്മാർട്ട് ഫോൺ മാർക്കറ്റ്. അപ്പോൾ ഒരു സാച്ചുറേറ്റ് ആവുന്ന ഒരു സ്മാർട്ട് ഫോൺ മാർക്കറ്റിലുള്ള ഒരു ടെക് കമ്പനി, അവർക്ക് എന്താണ്, അവരൊരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. നമ്മൾ അവിടെ ഒരു ഓഡിറ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ അവിടെ എന്താണ് നമുക്ക് മനസ്സിലാവും, അവിടെ ഫ്രോഡിൻ്റെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊസീജിയേഴ്സ് കുറച്ചും കൂടി നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ ചെയ്യണം. നെക്സ്റ്റ്, വൾണറബിലിറ്റി ടു റാപ്പിഡ് ചേഞ്ചസ് ലൈക്ക് ടെക്നോളജി ഷിഫ്റ്റ്. അപ്പോൾ എന്താണ്, നമ്മളൊരു പെട്ടെന്നുള്ളൊരു മാറ്റത്തിനെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ, എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് എന്താണ്, അവർക്ക് അവരുടെ ബിസിനസ് എന്തായാലും ലോസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ് എന്താണ്, അവർക്ക് അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു റാപ്പിഡായിട്ടുള്ള ചേഞ്ച് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയും എന്താണ്, ഒരു ഫ്രോഡിന് ചാൻസ് ഉണ്ട്. എ കമ്പനി എഫക്റ്റഡ് ബൈ ദ റൈസ് ഓഫ് AI. അപ്പോൾ AI കാരണം എഫക്റ്റ് ചെയ്തുള്ള കമ്പനീസിന് എന്താണ്, അവരുടെ പ്രോഫിറ്റ് എന്തായാലും കുറയും. കാരണം അധിക കമ്പനീസും AI യൂസ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ അവർ പെട്ടെന്ന് തന്നെ ഷോർട്ട് ടൈമിൽ അവർ ചെയ്യുന്നുണ്ട്. നോർമൽ ടൈമിനെക്കാട്ടും കുറച്ചും കൂടി ഷോർട്ടായിട്ടുള്ള ടൈമിൽ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഗ്രാസ്പ് ചെയ്യാത്ത, ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാത്ത ഒരു കമ്പനിയാണെങ്കിൽ അവരുടെ എന്താണ്, അവരുടെ പ്രോഫിറ്റബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറയും. ഡിക്ലൈൻസ് ഇൻ കസ്റ്റമർ ഡിമാൻഡ് ആൻഡ് ഇൻഡസ്ട്രി വൈഡ് ഫെയിലിയർ. അപ്പോൾ കസ്റ്റമർ ഡിമാൻഡിൽ കുറവോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി വൈഡിൽ നമ്മളൊരു ഫെയിലിയർ ആവുകയാണെങ്കിൽ, നമ്മുടെ കമ്പനി ഫെയിലിയർ ആവുകയാണെങ്കിൽ എന്താണ്, അവിടെയും നമ്മുടെ പ്രോഫിറ്റബിലിറ്റിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫ്രോഡിന് ചാൻസ് ഉണ്ട്.
എന്നുവെച്ചാൽ നമുക്കൊരു നെഗറ്റീവ് ആയാലും നമുക്കൊരു മോശം ടൈമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു പ്രഷർ വരുന്ന സമയത്താണ് നമ്മളൊരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങൾ പറഞ്ഞു: ഇൻസെൻറ്റീവ് ഓർ ഫ്രോഡ്, ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ റാഷണൽ ബിഹേവിയർ. അപ്പോൾ പ്രഷർ എന്താണ്, പ്രഷറിൻ്റെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞത്, ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ പ്രഷർ. ഓപ്പറേറ്റിംഗ് ലോസസ് കോസിങ് ബാങ്ക്രപ്സി ത്രെറ്റ്. അപ്പോൾ എന്താണ്, നമ്മളുടെ ഓപ്പറേറ്റിംഗ് ലോസസ് കാരണം നമുക്ക് എന്താണ് ബാങ്ക്രപ്സി വരികയാണ്. അപ്പോൾ ആ ത്രെറ്റുകളും നമ്മളെന്താണ് ഒരു ഫ്രോഡിന് ചാൻസ് ഉണ്ട്. എ സ്റ്റാർട്ടപ്പ് സ്ട്രഗ്ലിംഗ് വിത്ത് ക്യാഷ് ബേൺ. ദെൻ റിക്കറിങ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഡിസ്പൈറ്റ് റിപ്പോർട്ടഡ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പ്രോഫിറ്റിനെക്കാട്ടും നെഗറ്റീവാണ് നമ്മളുടെ ക്യാഷ് ഫ്ലോ. അപ്പോൾ അതും ഒരു ഫ്രോഡിന് കാരണമാണ്. എക്സാമ്പിൾ: ഇൻകൺസിസ്റ്റൻറ്റ് ക്യാഷ് ഫ്ലോ ഇൻ ലോജിസ്റ്റിക് ഫേം. ദെൻ റാപ്പിഡ് ഗ്രോത്ത് ഓർ അൺയൂഷ്വൽ പ്രോഫിറ്റബിലിറ്റി കമ്പയർഡ് ടു പിയേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓഡിറ്റ് ചെയ്യാൻ പോയി, അപ്പോൾ നമ്മൾ കാണുകയാണെന്ത് ഒരു റാപ്പിഡ് ആയിട്ടുള്ളൊരു മാറ്റം നമ്മളൊരു ബിസിനസ്സിൽ എന്ന് വെച്ചാൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ഫേമിൽ അല്ലെങ്കിൽ കമ്പനിയിൽ എന്താണ് വളരെ റാപ്പിഡ് നല്ല ഒരു പെട്ടെന്നുള്ളൊരു ഗ്രോത്ത് കമ്പനിക്ക് വരും. അല്ലെങ്കിൽ എന്താണ് ഒരു അൺയൂഷ്വൽ പ്രോഫിറ്റബിലിറ്റി. എന്തായിട്ട് നമ്മളുടെ ഒരു ബിസിനസ്സിൻ്റെ അതേ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു പ്രോഫിറ്റബിലിറ്റി നമുക്ക് കാണുകയാണെങ്കിൽ, ഓഡിറ്റർ കാണുകയാണെങ്കിൽ എന്താണ് മനസ്സിലാക്കണം, അവിടെ ഒരു ഫ്രോഡിന് ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. എ ന്യൂ സോഷ്യൽ മീഡിയ ആപ്പ് ഔട്ട് പെർഫോമിംഗ് എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയേഴ്സ്. ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ നമ്മൾ ഔട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ, ഒരു പുതിയ കമ്പനി ഔട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ അവിടെ ഒരു ഫ്രോഡ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഫ്രോഡ് നടന്നു എന്ന് ഒരിക്കലും പറയുന്നില്ല, ഫ്രോഡ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഓഡിറ്റർ കൂടുതൽ വിജിലൻ്റ് ആവാനുള്ള കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ ഓഡിറ്റർ എന്താണ് ഫ്രോഡ് കൺഫേം ചെയ്യുന്ന കാരണങ്ങളല്ല. ന്യൂ അക്കൗണ്ടിങ് പോളിസി ഓർ റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ക്രിയേറ്റിംഗ് സ്ട്രെസ്. അപ്പോൾ പുതിയൊരു റെഗുലേഷൻ വരിക അല്ലെങ്കിൽ പുതിയൊരു റൂൾസ് വരികയാണെങ്കിൽ എന്താണ് നമ്മൾ കുറച്ചും കൂടി അതിനനുസരിച്ചിട്ട് നമ്മൾ മാറ്റണം നമ്മളുടെ ബിസിനസ്സിനെ. അപ്പോൾ അതെന്താണ്, അതും നമുക്കൊരു സ്ട്രെസ്സ് വരും. അഡാപ്റ്റിംഗ് IFRS 17 ഫോർ ഇൻഷുറൻസ്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് ത്രെറ്റ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാരണങ്ങൾ. അടുത്ത വെച്ചാൽ മെഷർ ടു മീറ്റ് എക്സ്പെക്റ്റേഷൻ. നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാനുള്ള നമ്മളൊരു പ്രഷർ. മെഷർ എന്നാണോ ഞാൻ ആദ്യം പറഞ്ഞത്, സോറി, പ്രഷറാണ് കേട്ടോ. എക്സ്റ്റേണൽ എക്സ്പെക്റ്റേഷൻസ് ഓഫ് എഗ്രസീവ് ഗ്രോത്ത്. അപ്പോൾ ഒരു എഗ്രസീവ് ആയിട്ടൊരു ഗ്രോത്ത് ഒരാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ബിസിനസ്സിൽ നിന്നും, അതെന്താണ് നമുക്കൊരു പ്രഷറാണ് വരിക. ഇപ്പോൾ അവർ പറയുകയാണ് 20%, 30%, 40% നമ്മളുടെ സെയിൽസിൽ വർധന വരണം എന്ന് അവർ പറയുകയാണ്. നമ്മളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമ്മളോട് ഒരു പറയുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന് എന്താണ് അതൊരു പ്രഷർ കൂടുകയാണ് ചെയ്യുക. സോ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാനുള്ള പ്രഷർ. എക്സാമ്പിൾ: ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ടിങ് 20% റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആനുവലി. നീഡ് ഫോർ അഡീഷണൽ ഫിനാൻസിങ് ടു കമ്പീറ്റ്. അപ്പോൾ എന്താണ് നമുക്കൊരു കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ സർവൈവ് ചെയ്യാനല്ല, നമുക്ക് മറ്റുള്ള നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അഡീഷണൽ ഫിനാൻസിങ് വേണം. ആ ഒരു സിറ്റുവേഷൻ എന്തിന് കാരണമാക്കും, ഫ്രോഡിന് കാരണമാവും. R&D ഫണ്ടിങ് ഫോർ ബയോടെക് പ്രൊജക്ട്സ്. ദെൻ സ്ട്രഗിൾസ് ടു മീറ്റ് ദ ഡെറ്റ് ഓർ ലിസ്റ്റിംഗ് റിക്വയർമെൻറ്റ്. അപ്പോൾ ലിസ്റ്റിംഗ് റിക്വയർമെൻറ്റോ അല്ലെങ്കിൽ ഡെറ്റ് റിക്വയർമെൻറ്റോ മീറ്റ് ചെയ്യാൻ നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും ഫ്രോഡിന് കാരണമാണ്. മീറ്റിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡ്സ്. ദെൻ നെഗറ്റീവ് റിസൾട്ട്സ് എഫക്റ്റിംഗ് പെൻഡിങ് ഡീൽസ്. പെൻഡിങ് ആണ്, നമ്മൾ കമ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതെന്താണ് അത് നെഗറ്റീവ് റിസൾട്ടാണ് വരിക. അപ്പോൾ അത് നമ്മൾ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും, അവിടെയും ഫ്രോഡ് വരാൻ ചാൻസ് ഉണ്ട്. മെർജേഴ്സ് അറ്റ് റിസ്ക് ഡ്യൂ ടു ബാഡ് ഏർണിങ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ്സ് പേഴ്സണൽ ഫിനാൻഷ്യൽ ത്രെറ്റ്സ്. മാനേജ്മെൻറ്റ് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് റിലേറ്റഡ് അല്ല, പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം വരികയാണ്. ഇപ്പോൾ നമുക്കൊരു പേഴ്സണൽ പ്രശ്നം വന്നു, നമ്മൾ അപ്പോൾ എന്താണ് ചെയ്യുക, നമുക്കൊരു പ്രഷറാണ് വരുന്നത്, നമുക്കൊരു പേഴ്സണൽ പ്രഷർ വരും. അപ്പം നമുക്കൊരു ഫ്രോഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അതേമാതിരി തന്നെ നമ്മളൊരു റാഷണൽ ബിഹേവിയർ ഉള്ള ആളും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഫ്രോഡ് നമ്മൾ കമ്മിറ്റ് ചെയ്യും. സോ അങ്ങനെ ഒരു പേഴ്സണൽ പ്രഷറിൻ്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ലാർജ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ എൻറ്റിറ്റി. ഫൗണ്ടേഴ്സ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഷെയർ ഹോൾഡിംഗ്. അപ്പോൾ എന്താണ് നമ്മളൊരു ബിസിനസ്സിൽ ഒരു 50 അല്ലെങ്കിൽ 70% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു ആ ഒരു ബിസിനസ്സിൻ്റെ. ആ ബിസിനസ് മോശം രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഉയർത്താൻ നമ്മൾ എന്തായാലും നോക്കും. കാരണം നമ്മളുടെ ഒരു ഫണ്ടിൻ്റെ മേജർ പാർട്ടും ആ ബിസിനസ്സിലാണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരു ലാർജ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ എൻറ്റിറ്റി ഉണ്ടെങ്കിൽ നമ്മളതിനെ ഫ്രോഡിൻ്റെ ചാൻസ് അവിടെ കൂടുതലാണ്. ബോണസസ് ടൈഡ് ടു അഗ്രസീവ് ടാർഗറ്റ്. അപ്പോൾ നല്ലൊരു ഹ്യൂജ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വളരെ പ്രയാസമുള്ളൊരു ടാർഗറ്റിലാണ് നമ്മളെ ബോണസ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ബോണസ് കിട്ടുള്ളെങ്കിൽ എന്താണ്
നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ എങ്ങനെയെങ്കിലും നോക്കും. ആ ഒരു ബോണസ് നമുക്ക് ഭയങ്കര ഒരു ആവശ്യമുള്ള സാധനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും, ഈവൻ ഫ്രോഡ് കാണിച്ചിട്ട് വരെ. എക്സാമ്പിൾ എക്സിക്യൂട്ടീവ്സ് ഇൻസെൻറ്റിവൈസ്ഡ് ഫോർ ഹൈ സെയിൽസ്. അപ്പോൾ കൂടുതൽ സെയിൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ എക്സിക്യൂട്ടീവ്സ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. ദെൻ പേഴ്സണൽ ഗ്യാരണ്ടി ഫോർ കമ്പനി ഡെറ്റ്. അപ്പോൾ കമ്പനി ഒരു കടം വാങ്ങുന്നതിന് നമ്മൾ പേഴ്സണലായിട്ട് നമ്മളുടെ പേഴ്സണൽ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, അത് നമ്മളെയും കൂടി എഫക്റ്റ് ചെയ്യും, പേഴ്സണലി നമ്മൾ എഫക്റ്റ് ചെയ്യും. സോ ആ സിറ്റുവേഷനിൽ നമ്മളെന്താണ് നമുക്കൊരു പ്രഷർ വരും. എക്സാമ്പിൾ CEO ഗ്യാരണ്ടിങ് എ ലോൺ. ദെൻ പ്രഷർ ടു മീറ്റ് ഫിനാൻഷ്യൽ ടാർഗറ്റ്. പ്രഷർ ഫോർ ഗവർണൻസ് ടു മീറ്റ് ടാർഗറ്റ്. അപ്പോൾ ഒരു ടാർഗറ്റ് ഉണ്ട്, അത് മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, നമ്മളെ കമ്പനിക്കേ പറ്റുന്നില്ലെങ്കിൽ എന്താണ്, അതൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. എക്സാമ്പിൾ സെയിൽ സ്റ്റാഫ് പുഷ്ഡ് ഫോർ അൺറിയലിസ്റ്റിക് റവന്യൂ ഗോൾ. അപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു റവന്യൂ ഗോളിലേക്ക് നമ്മളൊരു സ്റ്റാഫിനെ നമ്മൾ പുഷ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അവിടെ പ്രഷറാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതുതന്നെ ഫ്രോഡിനും അത് കാരണമാകും. ദെൻ ഓപ്പർച്യൂണിറ്റീസ്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു, നമ്മൾ ഇൻസെൻറ്റീവ് ആൻഡ് പ്രഷർ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്ന് ഇൻഡസ്ട്രി ഓർ എൻറ്റിറ്റി നേച്ചർ. ദെൻ ഇന്നെഫക്റ്റീവ് മോണിറ്ററിങ്. നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് വളരെ ഇന്നെഫക്റ്റീവ് ആണെങ്കിൽ അതെന്താണ്, ഓപ്പർച്യൂണിറ്റിക്ക് കാരണമാണ്. അല്ലെങ്കിൽ ഫസ്റ്റത്തെ വെച്ചാൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ എൻറ്റിറ്റി നേച്ചർ. അപ്പോൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ എൻറ്റിറ്റി തന്നെ എന്താണ്, ഒരു മോശം ഇൻറ്റേർണൽ കൺട്രോൾ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ എന്താണ്, ഓപ്പർച്യൂണിറ്റി എപ്പോഴും കൂടുതലാണ്. ദെൻ ഓർഗനൈസേഷണൽ ഇൻസ്റ്റെബിലിറ്റി. ദെൻ ഡെഫിഷ്യൻറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ. വളരെ മോശമായൊരു ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ ഈ കാരണങ്ങളാണ് ജനറലായിട്ട് എന്താണ് ഓപ്പർച്യൂണിറ്റിക്ക് കാരണമാകുന്നത്, ഒരു ഫ്രോഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസിന് കാരണമാകുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഡസ്ട്രി ഓർ എൻറ്റിറ്റി നേച്ചർ. സിഗ്നിഫിക്കൻറ്റ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. എക്സാമ്പിൾ ഡീൽസ് വിത്ത് ആൻ അഫിലിയേറ്റഡ് സപ്ലയർ. അപ്പോൾ നമ്മളുടെ ബിസിനസ് എന്താണ്, ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ ഏർപ്പെടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ സപ്ലയറിനെയും അല്ലെങ്കിൽ ബയറിനെയും നമുക്കറിയാം, ബയറിന് നമുക്ക് വളരെ അടുത്തറിയുന്ന ഒരാളാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ സപ്ലയറിന് നമുക്ക് വളരെ അടുത്തറിയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്താണ്, അവിടെ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൂടുതലാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഫോൾസിഫിക്കേഷൻ നടത്താനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ചാൻസ് അവിടെ വളരെ കൂടുതലാണ്. സോ സിഗ്നിഫിക്കൻറ്റ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്താണ്, ഓപ്പർച്യൂണിറ്റിക്ക് കാരണമാവുന്ന ഒരു സിറ്റുവേഷനാണ്. ദെൻ ഡോമിനേറ്റിംഗ് ആൻ ഇൻഡസ്ട്രി സെക്ടർ. അപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രി സെക്ടറിനെ വളരെ ഡോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളാണ് അവിടുത്തെ മോണോപ്പൊളി എങ്കിൽ എന്താണ്, അപ്പോഴും നമുക്ക് ഫ്രോഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. എ കമ്പനി സെറ്റിംഗ് അൺഫെയർ സപ്ലയർ ടേംസ്. അസെറ്റ്സ് ബേസ്ഡ് ഓൺ സബ്ജക്റ്റീവ് എസ്റ്റിമേറ്റ്സ്. അപ്പോൾ എന്താണ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ്സിൻ്റെ ബേസിലാണ് നമ്മൾ അസെറ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ റിയൽ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ബേസ് ചെയ്തിട്ടില്ല, നമ്മളൊരു എമൗണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ എന്താണ് അസറ്റിനെ നമ്മൾ ബുക്കിൽ കാണിക്കുന്നതെങ്കിൽ അതെന്താണ്, അതൊരു ഫ്രോഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അസറ്റിനെ കാണിക്കാൻ പറ്റും, നമ്മളുടെ ഒരു ഫേവറബിളായ രീതിയിൽ നമുക്ക് അസറ്റിനെ കാണിക്കാൻ പറ്റും. എക്സാമ്പിൾ എസ്റ്റിമേറ്റിംഗ് ഗുഡ് വിൽ ആഫ്റ്റർ എ മെർജർ. ദെൻ കോംപ്ലക്സ് ട്രാൻസാക്ഷൻസ് നിയർ പീരീഡ് എൻഡ്. അപ്പോൾ എന്താണ്, നമ്മളുടെ ഒരു ഇയർ എൻഡ് 31 മാർച്ച് അല്ലെങ്കിൽ മാർച്ച് ആ ഒരു മന്തിൽ എന്താണ്, ഒരു ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിട്ടൊരു ട്രാൻസാക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ട്രാൻസാക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും, ഒരു അൺജസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാൻ പറ്റും, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ വരുന്നത്. സോ ഒരു കോംപ്ലക്സ് ട്രാൻസാക്ഷൻ നിയർ പീരീഡ് എൻഡ്. ലാസ്റ്റ് മിനിറ്റ് ലീസ് ബാക്ക് എഗ്രിമെൻറ്റ് അതിൻ്റെ എക്സാമ്പിളാണ്. ദെൻ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് വിത്ത് ഡിഫറിങ് ബിസിനസ് കൾച്ചർ. ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഓപ്പറേഷൻ, പല ഓരോ രാജ്യങ്ങൾക്ക് ഓരോ കൾച്ചറാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കൾച്ചറുള്ള ഒരു ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ, കൾച്ചറിന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ വേറൊരു രാജ്യത്തെ റൂൾസ് ഓർ റെഗുലേഷൻസ് ആയിരിക്കില്ല നമ്മളുടെ രാജ്യത്തിലുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ള ഒരു രാജ്യത്ത് പോയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ, നമ്മളിപ്പോൾ ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ കണ്ടു, ഈ ബിജു മേനോൻ എന്താണ് ഒരു കുറ്റവാളിനെ സഹായിക്കുന്നുണ്ട്, അയാളെന്തോ CA ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അയാളുടെ ബ്ലാക്ക് മണി സഹായിക്കാൻ പറ്റുന്നില്ല, ഈ CA അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഇഷ്യൂ. അപ്പോൾ ഈ ബിജു മാനാണ് എന്ത് പറയുന്നത്, അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത്. എന്താ പറയുന്നത് വെച്ചാൽ, ഈ ഒരു ടാക്സിൽ ഫ്രീഡം, അതിൽ കുറച്ച് ലിബറലൈസ് ആയിട്ടുള്ളൊരു കൺട്രിയിൽ പോയിട്ട് ഈ ഒരു ഫണ്ട് മെല്ലെ ആ രാജ്യത്തേക്ക് എത്തിച്ചിട്ട് അവിടുന്ന് ബിസിനസ് വഴി ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന ഒരു വഴിയാണ് ബിജു മേനോൻ പറഞ്ഞു കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്, ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ വിത്ത് ഡിഫറിങ് ബിസിനസ് കൾച്ചർ. ഓക്കെ,
എക്സാമ്പിൾ ഫോറിൻ ബ്രാഞ്ചസ് ഓപ്പറേറ്റിംഗ് ഇൻ ടാക്സ് 7 ജുറിസ്ഡിക്ഷൻ. അപ്പോൾ എന്താണ് നമുക്കൊരു ഫോറിൻ ബ്രാഞ്ച് ഉണ്ട്. ബിജു മേനോൻ ആണ് സിനിമയിൽ പറഞ്ഞു എന്താണ് ഏതായിരുന്നു രാജ്യം ഞാൻ മറന്നുപോയി. ആ രാജ്യത്ത് എന്താണ് ഇവരുടെ ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ട് അതിലേക്ക് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബ്ലാക്ക് മണി അവർ വൈറ്റ് ആക്കുന്നത്. സോ അതുതന്നെയാണ് ആ സെയിം സിനിമയിൽ പറഞ്ഞ സിറ്റുവേഷനാണ് ഇവിടെയും പറഞ്ഞത്. ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ വിത്ത് ഡിഫറിംഗ് ബിസിനസ് കൾച്ചർ, എ ഫോറിൻ ബ്രാഞ്ച് ഓപ്പറേറ്റിംഗ് ഇൻ ടാക്സ് 7 ജുറിസ്ഡിക്ഷൻ. നെക്സ്റ്റ് വെച്ചാൽ ഇൻഎഫക്റ്റീവ് മോണിറ്ററിംഗ് ആണ്. നമ്മൾ എഫക്റ്റീവായിട്ട് മോണിറ്ററിങ് ചെയ്യുന്നില്ല, അതന്നെ അതിൽ പറഞ്ഞ മാതിരി തന്നെ. മാനേജ്മെൻറ്റ് നോമിനേറ്റഡ് ബൈ 1 പേഴ്സൺ, ഒരു വ്യക്തി മാത്രമാണ് എന്ത് മാനേജ്മെൻറ്റ് ഉള്ളത്. എക്സാമ്പിൾ സോൾ ഡിസിഷൻ മേക്കിംഗ് വിത്തൗട്ട് ചെക്ക്, ഒരു ചെക്കും നടത്തുക, നമ്മൾ ഡബിൾ ക്രോസും ചെയ്യാണ്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. അത് തന്നെ എന്താണ് ഒരു ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ളൊരു മോണിറ്ററിംഗ് ആണ്. ദെൻ വീക്ക് ഗവർണൻസ് ഓവർസൈറ്റ്, എന്താണ് നമ്മളുടെ ഒരു ടോപ്പ് മാനേജ്മെൻറ്റുള്ള വ്യക്തികൾ എന്താണ് പ്രോപ്പറായ രീതിയിൽ ഓവർസൈറ്റ് ചെയ്യുന്നില്ല. ഇൻഎഫക്റ്റീവ് ഇൻറ്റേർണൽ ഓഡിറ്റ് കമ്മിറ്റി അതിൻ്റെ എക്സാമ്പിളാണ്. ദെൻ അടുത്ത വെച്ചാൽ ഓർഗനൈസേഷണൽ ഇൻസ്റ്റെബിലിറ്റി. ഓർഗനൈസേഷണൽ ഇൻസ്റ്റെബിലിറ്റി വെച്ചാൽ ഡിഫിക്കൽട്ടി ഐഡൻറ്റിഫൈയിങ് കൺട്രോളേഴ്സ്. എക്സാമ്പിൾ അൺക്ലിയർ ഓണർഷിപ്പ് ഇൻ എ ജോയിൻറ്റ് വെഞ്ചർ. അപ്പോൾ ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ എന്താണ് ഓണേഴ്സ് ഉണ്ട്, പക്ഷേ എന്താണ് അതിൻ്റെ ഓണർഷിപ്പിനെ കുറിച്ചിട്ട് ഒരു വ്യക്തത ഇല്ല. അപ്പോൾ എന്താണ് നമ്മൾ ആരാണ് കൺട്രോളുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ 2-3 വ്യക്തികളുണ്ട്, അതിൽ ആർക്കാണ് ഒരു ചുമതലയുള്ളത്, നമ്മൾ ആരടുത്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു അൺക്ലിയർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെ എന്താണ് നമുക്ക് ഫ്രോഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ വരുന്നത്. ദെൻ കോംപ്ലക്സ് സ്ട്രക്ചർ വിത്ത് ലീഗൽ എൻറ്റിറ്റി, ഷെൽ കമ്പനീസ്. അപ്പോൾ ഷെൽ കമ്പനീസാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ളൊരു കമ്പനി, അതിന് എന്തുണ്ട് ഒരു ലീഗലായിട്ടുള്ള എൻറ്റിറ്റി ഉണ്ട് അതിന്. ഓക്കെ, അപ്പോൾ ഷെൽ കമ്പനി എന്ന് വെച്ചാൽ പേപ്പർ കമ്പനീസാണ്, ഓപ്പറേഷൻസ് ഒന്നുമില്ല, ആകെ ഒരു ലീഗൽ എൻറ്റിറ്റി മാത്രമുണ്ട്. പേപ്പർ നമ്മൾ ലീഗലായിട്ട് എന്താണ് ആ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ഓപ്പറേഷൻ നടക്കുന്നില്ല, അതിന് ഒരു ബിസിനസ്സും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒരു കമ്പനിയിൽ എന്താണ് അങ്ങനത്തെ ഒരു കമ്പനി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രോഡ് നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു കമ്പനി യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആ കമ്പനിത്തെ ഒരു മെമ്പർ എന്താണ് ഒരു ഷെൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഷെൽ കമ്പനിയായിട്ട് എന്താണ് ട്രാൻസാക്ഷൻസ് നടത്തിയിട്ട് എന്ന് വെച്ചാൽ ഒരു ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസാണ് അവിടെ ഉള്ളത്. സോ കോംപ്ലക്സ് സ്ട്രക്ചർ വിത്ത് എ ലീഗൽ എൻറ്റിറ്റി. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഹൈ ടേൺ ഓവർ ഇൻ സീനിയർ മാനേജ്മെൻറ്റ്, ഫ്രീക്വൻറ്റ് CEO റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ എന്താണ് സീനിയർ മാനേജ്മെൻറ്റ് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയിൽ എന്തില്ല, പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാനോ ഒരു വ്യക്തിയില്ല. ഒരാൾ വരുന്നു പോകുന്നു അങ്ങനത്തെ രീതിയാണ് ടേൺ ഓവറായിട്ട് വരുന്നതാണെങ്കിൽ എന്താണ് അവിടെ ഫ്രോഡിനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ ഹൈ ആണ്. സോ ഹൈ ടേൺ ഓവർ ഇൻ സീനിയർ മാനേജ്മെൻറ്റ്. ദെൻ ഡെഫിഷ്യൻറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ, പുവർ മോണിറ്ററിംഗ് ഓഫ് കൺട്രോൾസ്. എക്സാമ്പിൾ വീക്ക് സൈബർ സെക്യൂരിറ്റി ചെക്സ്. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ പുവർ മോണിറ്ററിംഗ് ഓഫ് കൺട്രോൾ, നമ്മൾ മോണിറ്റർ മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ എക്സാമ്പിളാണ് വീക്ക് സൈബർ സെക്യൂരിറ്റി ചെക്സ്. ഇൻഎഫക്റ്റീവ് IT സിസ്റ്റം. എക്സാമ്പിൾ ഔട്ട്ഡേറ്റഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. നമ്മളിപ്പോൾ എന്താണ് ഇപ്പോഴും നമ്മളൊരു കമ്പനിയിൽ പഴയ വെർഷൻസ് അല്ലെങ്കിൽ പഴയ IT സിസ്റ്റംസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അതിന് പല ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനായിരിക്കും എന്തുണ്ടാവുക, കുറച്ചും കൂടി സെക്യൂരിറ്റി അവർ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുക. പഴയ വേർഷൻസ് ആണെങ്കിൽ എന്താണ് അതിന് സെക്യൂരിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കെന്താണ് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി അവിടെ തരും. സോ ഇൻഎഫക്റ്റീവ് IT സിസ്റ്റംസ്. നെക്സ്റ്റ് എന്താണ് ആറ്റിറ്റ്യൂഡ് ആൻഡ് റാഷണലൈസേഷൻ. അതാണ് നെക്സ്റ്റ് വരുന്നത്. നമ്മൾ എന്ത് കഴിഞ്ഞു, ഇൻസെൻറ്റീവ് ഓപ്പർച്യൂണിറ്റിയും കഴിഞ്ഞു, അതേപോലെ തന്നെ ഇൻസെൻറ്റീവും പ്രഷറും കഴിഞ്ഞു, ദെൻ ഓപ്പർച്യൂണിറ്റീസും കഴിഞ്ഞു. അടുത്ത വെച്ചാൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് റാഷണലൈസേഷനാണ്. അതിലെന്തൊക്കെയാണ് പറഞ്ഞത് വെച്ചാൽ അതിൽ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് വെച്ചാൽ ഇൻഎഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മൾ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ട് നമ്മുടെ സ്റ്റാഫിൻ്റെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല. അതെന്താണ് അതൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റാഷണലൈസ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിന് കാരണമാവും. എക്സാമ്പിൾ ലാക്ക് ഓഫ് കോഡ് ഓഫ് കണ്ടക്ട്. നെക്സ്റ്റ് വന്നു വെച്ചാൽ മാനേജ്മെൻറ്റ് എക്സസീവ്ലി ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റോക്ക് പ്രൈസ്. എക്സാമ്പിൾ പ്രഷറിങ് മാനേജ്മെൻറ്റ് എക്സസീവ്ലി ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റോക്ക് പ്രൈസ്. എക്സാമ്പിൾ പ്രഷറിങ് അനാലിസിസ്. എന്താ ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസിൽ മാനേജ്മെൻറ്റ് കൂടുതലായിട്ട് താല്പര്യം കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം വെച്ചാൽ അവർ ഷോർട്ട് ടേം ആയിട്ടാണ് അവർ നോക്കുന്നത്. നമ്മളുടെ കമ്പനീൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് വെച്ചാൽ ആ മാനേജ്മെൻറ്റ് കമ്പനീൻ്റെ സ്റ്റോക്ക് പ്രൈസ് നല്ല രീതിയിൽ
മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യണം. അത് മാത്രമാണ് അവരുടെ ഫോക്കസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്താണ്, അനലിസ്റ്റുകളെ അവർ പ്രഷർ ചെയ്തിട്ട് എന്താണ്, അവർ കുറച്ചും കൂടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് സ്റ്റോക്ക് പ്രൈസ് നല്ല രീതിയിൽ കാണിക്കുന്നു. അതെന്താണ്, അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഈ ഒരു എത്തിക്കലായിട്ടുള്ളൊരു യാതൊരു കാര്യങ്ങളും അവർ ഫോളോ ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ദെൻ ഇഗ്നോറിങ് ഇൻറ്റേർണൽ കൺട്രോൾ ഡെഫിഷ്യൻസീസ്. ഇൻറ്റേർണൽ കൺട്രോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക. എക്സാമ്പിൾ, റിപ്പീറ്റഡ് ഓഡിറ്റ് ഫ്ലാഗിങ് അൺറിസോൾവ്ഡ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓഡിറ്റ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ഷോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അവർ അത് റിസോൾവ് ചെയ്യേണ്ട, അവർ സ്റ്റിൽ അത് ഫോളോ ചെയ്തുകൊണ്ട് പോവുക. മിക്സിങ് പേഴ്സണൽ ആൻഡ് ബിസിനസ് ഫിനാൻസസ്. അപ്പോൾ പേഴ്സണലായിട്ടുള്ളതും അതേമാതിരി തന്നെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻസും എന്ത് ചെയ്യാം, മിക്സ് ചെയ്യാം. ഓണർ മാനേജർ യൂസിങ് കമ്പനി ഫണ്ട്സ് ഫോർ പേഴ്സണൽ എക്സ്പെൻസസ്. അപ്പോൾ പേഴ്സണൽ എക്സ്പെൻസ് എന്താണ്, കമ്പനി പൈസയിൽ നിന്നും എടുക്കുക. ദെൻ സ്ട്രെയിൻഡ് ഓഡിറ്റർ റിലേഷൻഷിപ്പ്. ഡിസ്പ്യൂട്ട്സ് ഓവർ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്. എന്താണ്, ഓഡിറ്ററുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്, ഒരു ഫ്രോഡിന് കാരണമാവുന്ന ആറ്റിറ്റ്യൂഡുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി, ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ കാരണമാവുന്ന ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റിൽ കാരണമാകുന്ന ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ്, ഇൻസെൻറ്റീവ് ഓർ പ്രഷർ. ഓക്കെ, പേഴ്സണൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഓർ അഡ്വേഴ്സ് റിലേഷൻഷിപ്പ് പേഴ്സണൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഓർ അഡ്വേഴ്സ് റിലേഷൻഷിപ്പ് ക്യാൻ പ്രഷർ എംപ്ലോയീസ് ടു സ്റ്റീൽ അസറ്റ്. അപ്പോൾ എന്താണ്, ഒരു പേഴ്സണൽ ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ബിസിനസ്സായിട്ടൊരു മോശം റിലേഷൻഷിപ്പാണ് അവർക്കുള്ളത്, നമ്മൾ അവരെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യുന്നില്ല, പ്രോപ്പറായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, എംപ്ലോയീസിന് അസറ്റുകൾ സ്റ്റീൽ ചെയ്യാനുള്ളൊരു പ്രഷർ വരും. പ്രഷർ അല്ലെങ്കിൽ ഒരു മോട്ടീവ് വരും. പ്രഷർ ഫ്രം പേഴ്സണൽ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്, അതൊരു കാരണമാണ്. നമ്മൾക്ക് ഒരു എംപ്ലോയീസിന് എന്താണ്, ഒരു പേഴ്സണലായിട്ടൊരു ഒബ്ലിഗേഷൻ ഉണ്ട്, ഒരു ലോൺ അടച്ച് തീർക്കാണ്ട്, അത് വളരെ മോശം സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ എന്താണ്, നമ്മളുടെ അസറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്നും ഫണ്ട് മോഷ്ടിക്കാനുള്ളൊരു എന്താ പറയുക, ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു മനസ്സ് അവർക്ക് വരും. ആൻ എംപ്ലോയി സ്ട്രഗ്ലിംഗ് വിത്ത് ഡെപ്റ്റ് മിസ്അപ്രോപ്രിയേറ്റ്സ് ഫണ്ട്. അഡ്വേഴ്സ് റിലേഷൻഷിപ്പ് ഡ്യൂ ടു ലേ ഓഫ്. ഒരു നമ്മളുടെ കമ്പനി അവരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്ത് ഒരു കാരണമില്ലാതെ അവരെ നമ്മൾ പിരിച്ചു വിട്ടു. ആ കമ്പനിയുടെ അടുത്ത് അവർക്ക് എന്തായാലും ഒന്നും ഉണ്ടാവില്ല, ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, മോഷ്ടിക്കാനോ അല്ലെങ്കിൽ ഇതേമാതിരി ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ളൊരു ബിഹേവിയർ വെച്ചിട്ടായിരിക്കും അവർ ചെയ്യുക. ദെൻ ആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ് ടു ദ കോമ്പൻസേഷൻ പ്ലാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണ് കോമ്പൻസേഷൻ പ്ലാനിൽ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ്, ഒരു കമ്പനി പറഞ്ഞു എന്താണ്, ഈ ഒരു 20% ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ബോണസ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അതെന്ത് ചെയ്തു, അത് പിന്നെ അപ്പം തന്നെ മാറ്റി 30% മാറ്റി. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾക്ക് കൂടുതൽ പ്രഷർ, എംപ്ലോയീസിന് കൂടുതൽ പ്രഷറാണ് വരുന്നത്, നമ്മൾ അവരെ വരയ്ക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. ആ സിറ്റുവേഷനിൽ അവർ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം അവരുടെ പ്രഷർ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് കാരണം. എക്സാമ്പിൾ, റെഡ്യൂസ്ഡ് ബോണസ് ലീഡ് ടു അസറ്റ് തെഫ്റ്റ്. അപ്പോൾ നമ്മൾ ബോണസ് കുറയ്ക്കുകയാണെങ്കിൽ അവർ നമ്മുടെ കമ്പനിയിൽ നിന്നും ക്യാഷ് എടുക്കാനുള്ള ചാൻസ് കൂടും. എടുക്കുമെന്ന് ഉറപ്പിച്ച് പറയില്ല, ചാൻസ് കൂടും എന്നാണ് പറഞ്ഞത്. ഫാക്ടേഴ്സാണിത്, നോട്ട് എന്നുവെച്ചാൽ എടുക്കാനുള്ള നമ്മൾ ഫ്രോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ചാൻസുകൾ. അൺഫെയർ പ്രൊമോഷൻ ഓർ റിവാർഡ്. അപ്പോൾ അൺഫെയർ ആയിട്ടുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കുകയാണ്. ഒരു ആൾ വളരെ ജെന്യുവനായിട്ട് വർക്ക് ചെയ്യുന്നു, മറ്റൊരാളെന്താണ് അവരുടെ കമ്പനീൻ്റെ മാനേജ്മെൻറ്റുമായിട്ടുള്ള റിലേഷൻ വെച്ചിട്ട് അയാൾക്ക് എന്താണ് നല്ല രീതിയിലുള്ള പ്രൊമോഷനും അതേമാതിരി തന്നെ റിവാർഡും കൊടുക്കുമ്പോൾ ഈ ഒരു പ്രോപ്പറായ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് വരുള്ളൂ, ഒരു ദേഷ്യമേ വരുള്ളൂ. അയാൾക്ക് എന്താണ് ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള പ്രഷർ അല്ലെങ്കിൽ ഒരു താല്പര്യം അവിടെ വരും. റിസെൻമെൻറ്റ് ഓവർ എ കൊളീഗ് പ്രൊമോഷൻ ട്രിഗേഴ്സ് മിസ്അപ്രോപ്രിയേഷൻ. അപ്പോൾ ഒരു കൊളീഗിൻ്റെ പ്രൊമോഷൻ എന്താണ്, നമ്മളെ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ ട്രിഗർ ചെയ്യും. ഓക്കെ, ദെൻ ഓപ്പർച്യൂണിറ്റിയാണ്. എന്താണ് നമുക്ക് ഈ ഒരു മിസ്അപ്രോപ്രിയേഷൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്? രണ്ട് രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഒന്ന് വെച്ചാൽ സസെപ്റ്റബിലിറ്റി ഓഫ് അസറ്റ്സ്, രണ്ടാമത്തെ വെച്ചാൽ ഇന്നാഡിക്വേറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ. സസെപ്റ്റബിലിറ്റി ഓഫ് അസറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് എത്ര എളുപ്പത്തിൽ നമ്മളുടെ ഒരു അസറ്റ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ വെച്ചാൽ ഇന്നാഡിക്വേറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ. ആ ഒരു അസറ്റ് നമ്മൾ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോളും ഇല്ല. ഈ രണ്ട് സിറ്റുവേഷൻസിലാണ് എന്ത് വരിക, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി റൈസ് ആവുക.
മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, സസെപ്റ്റബിലിറ്റി ഓഫ് അസറ്റ്സ്. അതിന് കാരണമാവുന്ന റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ് ഓൺ ഹാൻഡ്. കൂടുതൽ ക്യാഷ് എന്താണ് ഓഫീസിൽ വെക്കുന്നുണ്ട്. കൂടുതൽ ക്യാഷ് ഓഫീസിൽ വെക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അക്കൗണ്ടൻറ്റിന് ആ ക്യാഷ് യൂസ് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസാണ് അവിടെ കൊടുക്കുന്നത്. എക്സാമ്പിൾ പെറ്റി ക്യാഷ് തെഫ്റ്റ്. സ്മോൾ ഹൈ വാല്യൂ ഹൈ ഡിമാൻഡ് ഇൻവെൻട്രി. എന്താണ്, ചെറിയൊരു ഐറ്റം നല്ല വാല്യൂ ഉള്ളതെന്ന് വെച്ചാൽ മാർക്കറ്റിൽ വളരെ ഡിമാൻഡും അതേമാതിരി തന്നെ നല്ല പൈസയും കിട്ടുന്നത് വെച്ചാൽ ഒരു ഗോൾഡ് കോയിൻ, ഒരു പവൻ്റെ ഒരു ഗോൾഡ് കോയിൻ, വളരെ കാണാൻ വളരെ ചെറിയ സാധനമാണത്. ആ സാധനം എടുത്തു കൊണ്ടുപോകാൻ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ആരും അത് കാണില്ല, പോക്കറ്റിലിട്ടാൽ ആരും അത് നോട്ടീസ് ചെയ്യില്ല. അത് കണ്ടുപിടിക്കാനുള്ള ഇൻറ്റേർണൽ കൺട്രോളും ഇല്ലെങ്കിൽ എന്താണ്, സുഖമായിട്ട് ആ ഒരു മിസ്അപ്രോപ്രിയേഷൻ ഒരു സ്റ്റാഫിന് നടത്താൻ പറ്റും. തെഫ്റ്റ് ഓഫ് മൊബൈൽ ഫോൺ. ഓക്കെ, മൊബൈൽ ഫോൺ ഓൾസോ എ വെരി സ്മോൾ ഐറ്റം. ഈസിലി കൺവേർട്ടബിൾ അസെറ്റ്. പെട്ടെന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റുന്ന അസെറ്റ്. സ്റ്റീലിംഗ് ഡയമണ്ട്സ് ഓർ ബോൺഡ്സ് ഫോർ ക്വിക്ക് സെയിൽ. എന്ന് വെച്ചാൽ നമ്മളെ സാധനം വിറ്റ് പെട്ടെന്ന് തന്നെ ക്യാഷ് ആക്കി എന്താണ്, നമ്മൾക്ക് ഒരു അടുത്ത ആൾക്ക് സേഫാണ്. മാർക്കറ്റബിൾ ഓർ പോർട്ടബിൾ ഫിക്സ്ഡ് അസെറ്റ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് മാർക്കറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നൊരു അസെറ്റ്. അതേമാതിരി തന്നെ പോർട്ടബിൾ ആയിട്ടുള്ള അസെറ്റ്, നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നൊരു അസറ്റും. അങ്ങനത്തെ അസറ്റുകളും നമുക്ക് എന്താണ് കൂടുതൽ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ലാപ്ടോപ്പ് സ്റ്റോളൻ ഡ്യൂ ടു ലാക്ക് ഓഫ് ട്രാക്കിംഗ്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇൻആഡിക്വേറ്റ് ഇൻറ്റേർണൽ കൺട്രോളാണ്. പുവർ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. നമ്മൾ ഡ്യൂട്ടീസ് എന്താണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല. എല്ലാം ഇപ്പോൾ ഒരു ഓഫീസാണെങ്കിൽ, ഒരു അക്കൗണ്ടൻ്റ് ഓഫീസാണെങ്കിൽ ക്യാഷ് ഡീലിങ്സും ജേർണൽ എൻട്രി ചെയ്യുന്നതും എല്ലാം എന്താണ് ആ അക്കൗണ്ടൻ്റാണ്. ആരും അവിടെ മോണിറ്റർ ചെയ്യാനോ ഒന്നിനുമില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ്, കൂടുതൽ ക്യാഷ് ഉണ്ടെന്ന് വെക്കുക, അയാൾക്ക് സുഖമായിട്ട് ആ ക്യാഷ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് മറിച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് ആ ക്യാഷ് തിരിച്ചു കൊണ്ടാക്കാൻ പറ്റും. സോ ഫ്രോഡിൻ്റെ ഓപ്പർച്യൂണിറ്റി അവിടെ കൂടി. എക്സാമ്പിൾ, 1 person ഹാൻഡ്ലിങ് പേയ്മെൻറ്റ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. പേയ്മെൻറ്റും അതേമാതിരി തന്നെ റെക്കോർഡ് കീപ്പിംഗ് ഒരാളാണെങ്കിൽ അയാൾക്ക് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇൻആഡിക്വേറ്റ് ഓവർസൈറ്റ് ഓഫ് സീനിയർ മാനേജ്മെൻറ്റ് എക്സ്പെൻസസ്. അപ്പോൾ സീനിയർ മാനേജ്മെൻറ്റിൻ്റെ എക്സ്പെൻസസ് എന്താണ് കറക്റ്റായ രീതിയിൽ ആഡിക്വേറ്റായ രീതിയിൽ നോക്കുന്നില്ലെങ്കിൽ എന്താണ് അവിടെയും ഫ്രോഡിനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ കൂടുതൽ എക്സ്പെൻസ് എഴുതിയിട്ട് എന്താക്കാൻ പറ്റും, അയാളിപ്പോൾ ഒരു 10,000 രൂപ ആൾക്ക് എക്സ്പെൻസ് വന്നത്, പക്ഷേ അയാൾക്ക് 20,000 രൂപ എക്സ്പെൻസ് കാണിച്ചിട്ട് ബാക്കിയുള്ള 10,000 എന്താക്കാൻ പറ്റും, ഫ്രോഡ് വഴി കൈക്കലാക്കാൻ പറ്റും. എക്സാമ്പിൾ, അൺചെക്ഡ് ട്രാവൽ ക്ലെയിംസ്. നെക്സ്റ്റ്, വീക്ക് സൂപ്പർവിഷൻ ഓഫ് റിമോട്ട് എംപ്ലോയീസ്. അപ്പോൾ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെന്താണ് ഈ ഔട്ട് വിടുന്ന കുറേ എംപ്ലോയീസ് ഉണ്ട്. ആ എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നില്ല, അവരെ മര്യാദയ്ക്ക് നമ്മൾ മോണിറ്റർ ചെയ്യുന്നില്ല. അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻവെൻട്രി മിസ്അപ്രോപ്രിയേഷൻ ഇൻ ഡിസ്റ്റൻറ്റ് ബ്രാഞ്ച്. ഒരു ഡിസ്റ്റൻറ്റ് ബ്രാഞ്ച് ആണ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത്, നമ്മൾ ആ എംപ്ലോയിനെ യാതൊരു രീതിയിലും മോണിറ്റർ ചെയ്യുന്നില്ല. ആ എംപ്ലോയീസിന് എന്താണ് അവിടെയുള്ള സ്റ്റോക്കുകളെ മറച്ചു വെക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇൻസഫിഷ്യൻറ്റ് സ്ക്രീനിങ് ഓഫ് ജോബ് അപ്ലിക്കൻറ്റ്. ഹയറിങ് ഇൻഡിവിജ്വൽസ് വിത്ത് പാസ്റ്റ് ഫ്രോഡ് ഹിസ്റ്ററി. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളൊരു അപ്ലിക്കൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവരുടെ ഹിസ്റ്ററി നോക്കിയിട്ട് നമ്മൾ അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി നമ്മൾ നോക്കുന്നില്ല. ആ സിറ്റുവേഷനിലും ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. കാരണം ഒരു റാഷണൽ ബിഹേവിയറുള്ള ആളെന്ന് വെച്ചാൽ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുന്നത് മോശമാണെന്ന് വിചാരിക്കാത്ത ഒരാളെന്താണ് നമ്മളുടെ കമ്പനിയിൽ വരാനും അയാൾ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആ സിറ്റുവേഷനിൽ. അപ്പോൾ ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കൂടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഇന്നാഡിക്വസി കാരണം വരുന്ന ഫ്രോഡിൻ്റെ ഫാക്ടേഴ്സ്. അതും മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള അസറ്റ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസുകൾ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇന്നാഡിക്വേറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ ബാക്കിയുണ്ട്. പുവർ റെക്കോർഡ് കീപ്പിംഗ് ഓഫ് അസറ്റ്. അപ്പോൾ അസറ്റിൻ്റെ റെക്കോർഡ് കീപ്പിംഗ് എന്താണ്, വളരെ പുവറാണ്, നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. എക്സാമ്പിൾ, അൺട്രാക്ഡ് ഇൻവെൻട്രി മേക്സ് ഇറ്റ് ഈസി ടു സ്റ്റീൽ. അപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്ത ഇൻവെൻട്രി സുഖമായിട്ട് നമുക്ക് മോഷ്ടിക്കാൻ പറ്റും. വീക്ക് ഓതറൈസേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ എന്താണ് ആരും ഓതറൈസ് ചെയ്യുന്നില്ല, ആർക്ക് വേണമെങ്കിലും ജേർണൽ എൻട്രി ഇടാൻ പറ്റും. സോ അത് ഓതറൈസ് ചെയ്യാത്തിടത്തോളം കാലം ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആർക്ക് വേണമെങ്കിലും എൻ്റർ ചെയ്യാൻ പറ്റും. അൺഓതറൈസ്ഡ് പർച്ചേസ് ബൈ എംപ്ലോയീസ്. ലാക്ക് ഓഫ് ഫിസിക്കൽ സേഫ് ഗാർഡ്. ഒരു സാധനം പോലും നമ്മൾ ഫിസിക്കലായിട്ട് സേഫ് ഗാർഡ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഓഫീസിൽ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ട്, അവിടുത്തെ ക്യാഷ് എന്താണ് സേഫ് ഗാർഡ് ചെയ്യാൻ ഒരു മോണിറ്ററിങ് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, ഒരു ഇൻറ്റേർണൽ കൺട്രോളും ഇല്ല. അപ്പോൾ എന്താണ് അവിടെ ഓപ്പർച്യൂണിറ്റി കൂടുകയാണ് ചെയ്യുന്നത്.
ക്യാഷ് കെപ്റ്റ് ഇൻ അൺലോക്ക്ഡ് ഡ്രോയർ. ദെൻ ഡിലേഡ് ഓർ ഇൻകംപ്ലീറ്റ് റീകൺസിലേഷൻ. നമ്മളൊരു റീകൺസിലേഷൻ, ഒരു ക്യാഷിൻ്റെ റീകൺസിലേഷൻ നമ്മൾ വളരെ നേരം വഴിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ആ ഒരു ഡിലേ സമയത്ത് ആ ഒരു ക്യാഷ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ഒരു സ്റ്റാഫിന് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിന് സുഖമായിട്ട് സാധിക്കും. അൺവെരിഫൈഡ് ബാങ്ക് ഡെപ്പോസിറ്റ്. ദെൻ ഇന്നാഡിക്വേറ്റ് ട്രാൻസാക്ഷൻ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ്റെ ഡോക്യുമെൻറ്റ് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താണ്, അവിടെയും ഫ്രോഡുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എക്സാമ്പിൾ, ഫേക്ക് റീഫണ്ട്സ് ഫോർ സ്റ്റോളൻ ഗുഡ്സ്. നമ്മൾ കട്ടെടുത്തൊരു സാധനത്തിന് നമ്മൾ ഫേക്ക് റീഫണ്ട് ചെയ്യുകയാണെങ്കിൽ. നോ മാൻഡേറ്ററി വെരിഫിക്കേഷൻ ഫോർ കീ എംപ്ലോയീസ്. ഇപ്പോൾ നമ്മളൊരു കീ എംപ്ലോയീസിന് നമ്മളൊരു ലീവ് അല്ലെങ്കിൽ അതൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവർക്ക് നമ്മൾ പറയുകയാണ്, നിങ്ങളൊരു മാസത്തിൽ ഒരു പ്രോപ്പർ വെരിഫിക്കേഷൻ നമ്മളുടെ ഓഫീസിൽ നടത്തണം, അതുകൊണ്ട് ഒരു മാസത്തിൽ 2 ദിവസം എല്ലാവരും ലീവായിരിക്കും എന്നുള്ളൊരു കൊടുക്കുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ വെക്കുകയാണെങ്കിൽ എന്താണ്, അവരുടെ ആബ്സെൻസിൽ നമുക്ക് ഫ്രോഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, നമ്മളൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു വെക്കേഷൻസ് നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, നമ്മളൊരു കീ എംപ്ലോയീസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അതെന്താണ്, അത് ഫ്രോഡ് അവർക്ക് കമ്മിറ്റ് ചെയ്യാൻ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഫ്രോഡ് ഗോസ് അൺനോട്ടിസ്ഡ് വെൻ സ്റ്റാഫ്സ് ആർ ഓൾവേസ് പ്രസൻറ്റ്. അപ്പോൾ സ്റ്റാഫ് ഓഫീസിലുള്ള സമയത്ത് എന്താണ്, ഫ്രോഡ് നമുക്ക് നോട്ടീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ. ദെൻ മാനേജ്മെൻറ്റ് ലാക്കിംഗ് IT നോളേജ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ്, IT കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അവർക്കാരും നോളേജ് ഇല്ലെങ്കിൽ എന്താണ്, അതും മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വളരെ സുഖമാണ് അസറ്റുകൾ. IT സ്റ്റാഫ് എക്സ്പ്ലോയിറ്റിംഗ് ആക്സസ് ടു മാനിപ്പുലേറ്റ് ഡാറ്റ. അപ്പോൾ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IT സ്റ്റാഫിന് സുഖമായിട്ട് പറ്റും. ദെൻ വീക്ക് ആക്സസ് കൺട്രോൾ ഓവർ ഓട്ടോമേറ്റഡ് സിസ്റ്റം. അപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് ഒരു ആക്സസ് വളരെ വീക്കായുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്തത് വളരെ ABCD 1 2 3 അങ്ങനത്തെ ഒരു പാസ്വേഡൊക്കെയാണ് നമ്മൾ വീക്കായിട്ടുള്ള ആക്സസ് കൺട്രോളാണ് വെച്ചിട്ടുള്ളതെങ്കിൽ എന്താണ്, അവിടെയും നമുക്ക് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കൂടുന്നത്. എക്സാമ്പിൾ, അൺഓതറൈസ്ഡ് ഡാറ്റ ചേഞ്ചസ്. ഇനി നെക്സ്റ്റ് വെച്ചാൽ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞു, നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് ഓർ റാഷണലൈസേഷൻ. അതിലെന്താ പറഞ്ഞു വെച്ചാൽ, എംപ്ലോയീസ് മേ റാഷണലൈസ് തെഫ്റ്റ് ഡ്യൂ ടു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഓർ ലാക്സ് കൺട്രോൾ. അപ്പോൾ ഈ എംപ്ലോയീസിന് ഈ ഒരു ഫ്രോഡ് ചെയ്യാനുള്ള ഒരു ബിഹേവിയർ എപ്പോഴാണ് കൂടുക എന്ന് വെച്ചാൽ, ഒന്നുകിൽ അവരുടെ ഒരു വർക്കിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല, രണ്ടാമത്തെ വെച്ചാൽ കൺട്രോൾ എന്ന് വെച്ചാൽ വളരെ പുവർ കൺട്രോളാണുള്ളത്. ഈ 2 സിറ്റുവേഷൻസിലാണ് എന്ത് വരിക, എംപ്ലോയീസിന് തെഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രോഡ് ചെയ്യാനുള്ള ഒരു ബിഹേവിയർ വരിക. ഇഗ്നോറിങ് റിസ്ക് ഓർ നോട്ട് ഫിക്സിങ് കൺട്രോൾ വീക്ക്നെസ്. അപ്പോൾ നമ്മളൊരു റിസ്ക് ഇഗ്നോർ ചെയ്യുകയും അതേമാതിരി തന്നെ കൺട്രോളുള്ളൊരു വീക്ക്നെസ് നമ്മൾ ഫിക്സ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് എംപ്ലോയീസിനുള്ളൊരു അവസരമാണ്. അൺഅഡ്രസ്ഡ് ക്യാഷ് ഡിസ്ക്രിപ്പൻസീസ്. അപ്പോൾ എന്താണ്, നമ്മളൊരു ക്യാഷ് പോയി നമ്മൾ ഫിസിക്കൽ ക്യാഷ് വെരിഫൈ ആണ്, അപ്പോൾ റെക്കോർഡും ഫിസിക്കൽ ക്യാഷും തമ്മിലൊരു 200 രൂപേൻ്റെ ഒരു മിസ്മാച്ച് നമ്മൾ കണ്ടു. പക്ഷേ മാനേജ്മെൻറ്റ് എന്ത് പറഞ്ഞു, അത് ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് നമുക്കത് ഇഗ്നോർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇഗ്നോർ ചെയ്യാമെന്ന് പറയുന്നത് എന്താണ്, സ്റ്റാഫിന് അല്ലെങ്കിൽ ആ എടുത്ത ആൾക്ക് എന്താണ്, അതൊരു മോട്ടിവേഷനാണ്. കാരണം നെക്സ്റ്റ് ടൈം ഇങ്ങനെ ചെയ്താലും പിടിക്കപ്പെടില്ല എന്നുള്ളൊരു മോട്ടിവേഷനാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് ഇഗ്നോർ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് ഒരു വീക്ക്നെസ്, ഒരു കൺട്രോളിൻ്റെ വീക്ക്നെസ് നമ്മൾ ഫിക്സ് ചെയ്യാണ്ടിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു സ്റ്റാഫിന് കൂടുതൽ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് വരുന്നത്. ദെൻ മാനേജ്മെൻറ്റ് ഓവർറൈഡിങ് കൺട്രോൾ. മാനേജ്മെൻറ്റ് എന്താണ്, കൺട്രോൾ ഓവർറൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ, അപ്രൂവിങ് അൺഓതറൈസ്ഡ് പേയ്മെൻറ്റ്. അപ്പോൾ അൺഓതറൈസ്ഡ് പേയ്മെൻറ്റ് എന്താണ്, മാനേജ്മെൻറ്റ് അപ്രൂവ് ചെയ്തിട്ട് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു ഫ്രോഡിൻ്റെ ബിഹേവിയറാണ് സൂചിപ്പിക്കുന്നത്. എംപ്ലോയി ഡിസാറ്റിസ്ഫാക്ഷൻ. എക്സാമ്പിൾ, സ്റ്റാഫ് ഫീൽ അണ്ടർ അപ്രിഷിയേറ്റഡ് ആൻഡ് സ്റ്റീൽ അസെറ്റ്. ഒരു സ്റ്റാഫ് ചെയ്യുന്ന വർക്കിന് അതിന് തക്കതായുള്ളൊരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ റിവാർഡോ കിട്ടാത്ത സമയത്താണ് എന്ത് ചെയ്യുക, അവർക്ക് കമ്പനീനെ ഡിസീവ് ചെയ്യാനുള്ളൊരു മനസ്സ് വരിക. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഹിൻഡിങ് എ തെഫ്റ്റ്. എ സഡൻ ലക്ഷറി പർച്ചേസ് ബൈ എൻ എംപ്ലോയി. അപ്പോൾ നമുക്ക് ഇതൊരു ഫാക്ടറാണ്. ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എംപ്ലോയി, നമ്മൾ ലാസ്റ്റ് ഇയർ ഒരു ഓഡിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഒരു എംപ്ലോയി എന്താണ്, സാധാരണ അയാളൊരു ഓൾട്ടോ കാറും അതായത് അധികം വില ഇല്ലാത്തൊരു കാറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആ എംപ്ലോയി വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഈ കൊല്ലം ഓഡിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ആ എംപ്ലോയി എന്താണ്, വളരെ ലക്ഷറിയസ് ആയിട്ട് രീതിയിലാണ് അയാൾ ഓഫീസിലേക്ക് വരുന്നത്. അയാളെന്താണ്, അയാൾ അക്കൗണ്ട്സ് ഫീൽഡ് അതേപോലെ തന്നെ ക്യാഷ് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക.
ആ സിറ്റുവേഷൻസിൽ ഓഡിറ്ററിന് എന്താണ് അവിടെ ഒരു ഫ്രോഡ് റിസ്ക് ഫാക്ടർ സീരിയസ് ആയിട്ടും ഫീൽ ചെയ്യാനുള്ള ഒരു റീസണാണ് ഇത്. സോ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഹിൻറ്റിങ് എ തെഫ്റ്റ്. നെക്സ്റ്റ്, ടോളറേറ്റിംഗ് മൈനർ ത്രെഫ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ്. നമ്മൾ ക്യാഷും ബുക്കും തമ്മിൽ, ഫിസിക്കൽ ക്യാഷും ബുക്കും നമ്മൾ വെരിഫൈ ചെയ്തപ്പോൾ 200 രൂപേൻ്റെ ഷോർട്ടേജ് കണ്ടു. അത് ഇഗ്നോർ ചെയ്തു. ഇഗ്നോറിങ് അല്ലെങ്കിൽ ടോളറേറ്റിംഗ് അതായിക്കോട്ടെ എന്ന് പറഞ്ഞു. മൈനർ തെഫ്റ്റ് അതെന്താണ്? എംപ്ലോയീസിനൊരു മോട്ടിവേഷനാണ്. എക്സാമ്പിൾ, എംപ്ലോയി ടേക്കിംഗ് ഓഫീസ് സപ്ലൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓഡിറ്റേഴ്സ് ഇവാലുവേഷൻ. ഓഡിറ്റർ എന്താണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഓഡിറ്റർ മസ്റ്റ് ഇവാലുവേറ്റ് ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ് ടു അസസ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് റിസ്ക് ആണെന്ത് ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, അതാണ് ഓഡിറ്റർ അസസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഫ്രോഡ് റിസ്ക് ഫാക്ടർ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഓഡിറ്റർ നോക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ ഒരു റിസ്ക്, അതാണ് അസസ് ചെയ്യേണ്ടത്. ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ് അലോൺ ഡു നോട്ട് കൺഫേം ഫ്രോഡ് ബട്ട് മേ ഇൻഡിക്കേറ്റ് ഇൻക്രീസ് റിസ്ക്. അപ്പോൾ എന്താണ്, ഫ്രോഡ് റിസ്ക് ഫാക്ടർ ഒരിക്കലും ഒരു ഫ്രോഡിനെ കൺഫേം ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എംപ്ലോയി എന്താണ് ലാസ്റ്റ് ഇയർ ഓൾട്ടോയിൽ വന്നു, ഈ ഇയർ ബെൻസിൽ വന്നാൽ നമ്മൾ എന്താണ്, അയാൾ ഫ്രോഡ് ചെയ്ത് നമ്മൾ ഒരിക്കലും കൺഫേം ചെയ്യാൻ പാടില്ല. പക്ഷേ അയാൾ ഫ്രോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. പ്രൊഫഷണൽ സ്കെപ്റ്റിസം നമ്മൾ കൊണ്ടുനടക്കണം. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് എ പേഴ്സണൽ ഇൻസെൻറ്റീവ്സ് ഓപ്പർച്യൂണിറ്റീസ് ഡ്യൂ ടു വീക്ക് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്സ് ആറ്റിറ്റ്യൂഡ് ജസ്റ്റിഫൈങ് അൺഎത്തിക്കൽ പ്രാക്ടീസ്. അപ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഒരു ഇൻസെൻറ്റീവ്, ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വീക്ക് കൺട്രോൾ, ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡ്, ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഒരു ഫ്രോഡ് നടക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു റീസൺസാണ് തരുന്നത്, അല്ലെങ്കിൽ ഒരു സൂചനകളാണ് തരുന്നത്. എക്സാമ്പിൾ, ഹൈ എംപ്ലോയി ടേൺ ഓവർ ഇൻ അക്കൗണ്ടിങ് സ്റ്റാഫ് മൈറ്റ് ഇൻഡിക്കേറ്റ് ഇൻക്രീസ്ഡ് റിസ്ക് ഈവൻ ഇഫ് ഫ്രോഡ് ഹാസൻറ്റ് ഒക്കേർഡ്. അപ്പോൾ എന്താണ്, ഒരു അക്കൗണ്ടിങ് സ്റ്റാഫിൻ്റെ കേസിൽ സ്റ്റാഫ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ ഫ്രോഡിന് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ വീക്കാണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് അവിടെ ഒരിക്കലും ഉറപ്പിക്കുന്നില്ല, കൺഫേം ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വെച്ചാൽ മെയിൻറ്റെയിനിങ് പ്രൊഫഷണൽ സ്കെപ്റ്റിസം. എങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണൽ സ്കെപ്റ്റിസം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? Auditor must always maintain professional skepticism, recognizing the possibility of material misstatement due to fraud. എപ്പോഴും ഓഡിറ്റർ എന്ത് ചെയ്യണം, ഒരു പ്രൊഫഷണൽ സ്കെപ്റ്റിസം മെയിൻറ്റെയിൻ ചെയ്യണം. അതേമാതിരി തന്നെ എന്താണ്, ഈ ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്, ഫ്രോഡ് കാരണം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് വരാനുള്ള ആ ഒരു പോസിബിലിറ്റീനെ എപ്പോഴും റെക്കഗ്നൈസും ചെയ്യണം. റിഗാർഡ്ലെസ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് മാനേജ്മെൻറ്റ്സ് ഹോണസ്റ്റി. അപ്പോൾ നമ്മൾ മുന്നേ നമുക്കുള്ളൊരു അറിവ്, മാനേജ്മെൻറ്റിൻ്റെ ഓണസ്റ്റിനെ കുറിച്ചിട്ട് മുന്നേ ഉള്ള നമ്മുടെ അറിവിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. ദ ഓഡിറ്റർ ക്യാൻ ജനറലി അക്സെപ്റ്റ് റെക്കോർഡ്സ് ആസ് ജെനുവിൻ അൺലെസ് ദെയർ ആർ റീസൺസ് ടു ബിലീവ് അതർവൈസ്. അപ്പോൾ നമുക്കൊരു റെക്കോർഡ് കിട്ടി, ലാസ്റ്റ് ഇയർ നമുക്ക് എന്ത് മനസ്സിലായി, നമുക്ക് ലാസ്റ്റ് ഇയർ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. അപ്പോൾ ലാസ്റ്റ് ഇയറത്തെ വെരിഫിക്കേഷൻ നമുക്ക് മനസ്സിലായത് ഈ മാനേജ്മെൻറ്റ് പല രീതിയിലുള്ള തട്ടിപ്പും നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഫോൾസിഫിക്കേഷൻസും നടത്തിയിട്ടാണ്, ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടാണ് നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് ലാസ്റ്റ് ഇയർ മനസ്സിലായതാണ്. അപ്പോൾ ഈ ഒരു ഇയർ നമുക്ക് അത് തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒന്നും കൂടി നമ്മൾ വിജിലൻ്റ് ആവണം. അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇപ്പോൾ ഈ ഇയർ ഈ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു ഞങ്ങൾ ലാസ്റ്റ് ഇയർത്തെ രീതിയിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല, ഈ ഇയർ നമ്മൾ പക്കയായിട്ടാണ് FS തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പോലും പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചും കൂടി വിജിലൻ്റ് ആയിട്ട് ഡീപ്പായ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യണം. ഇൻകൺസിസ്റ്റൻറ്റ് റെസ്പോൺസ് ഫ്രം മാനേജ്മെൻറ്റ് ഓർ ഗവർണൻസ് മസ്റ്റ് ബി ഇൻവെസ്റ്റിഗേറ്റഡ് ഫർദർ. അപ്പോൾ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയ രീതിയിലുള്ള റെസ്പോൺസ് ആണ് എന്ത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഗവർണൻസ് തരുന്നത്, ഗവർണൻസ് മീൻസ് TCW തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വെച്ചാൽ ഡിസ്കഷൻ അമംഗ് ദ എൻഗേജ്മെൻറ്റ് ടീം. എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ ഇടയിൽ എന്ത് ഡിസ്കഷനാണ് വേണ്ടത്? Team discussion should focus on how fraud might occur and where financial statement could be at risk of material misstatement due to fraud, regardless of trust in management's integrity. അപ്പോൾ എങ്ങനെയാണ് ഫ്രോഡ് നടക്കാൻ ചാൻസ് ഉള്ളത്, അതിന് കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഫ്രോഡ് നടക്കാനുള്ള ചാൻസ് ഉള്ളത് നമ്മൾ നോക്കണം.
ദെൻ വേർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കുഡ് ബി അറ്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു ഫ്രോഡ്. അപ്പോൾ ഫ്രോഡ് കാരണം എവിടെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഏത് ഐറ്റത്തിലായിരിക്കും, എവിടെയായിരിക്കും ആ റിസ്ക് വന്നിട്ടുണ്ടാവുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഫ്രോഡ് കാരണം എന്തിൻ്റെ ബേസിലായിരിക്കണം? റിഗാർഡ് ഓഫ് ട്രസ്റ്റ് ഇൻ ദ മാനേജ്മെൻറ്റ്സ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ മാനേജ്മെൻറ്റ് ഇൻറ്റഗ്രിറ്റി നമ്മൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മളിത് നോക്കേണ്ടത്. സോ ഇങ്ങനെയായിരിക്കണം നമ്മൾ എൻഗേജ്മെൻറ്റ് ടീമിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ പിന്നെ നമ്മൾ എന്താണ് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ദെൻ റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയർ നമ്മൾ റിസ്ക് അസസ് ചെയ്യും, അതേമാതിരി തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയും. റിസ്ക് അസസ്മെൻറ്റ് ഷുഡ് ഗ്യാദർ ഇൻഫർമേഷൻ ഓൺ പൊട്ടൻഷ്യൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു ഫ്രോഡ്, ഇൻക്ലൂഡിങ് അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻറ്റേർണൽ കൺട്രോൾസ് ആൻഡ് ഓവർസൈറ്റ് ബൈ ഗവർണൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇൻഫർമേഷനിൽ റിസ്ക് വരേണ്ട പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു ഫ്രോഡ് കാരണം ഒരു മിസ്സ്റ്റേറ്റ്മെൻറ്റ്, ഒരു മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് റിസ്കിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യണം. എന്തിൻ്റെയൊക്കെ ബേസിലായിരിക്കണം? ഒന്ന് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ബേസിലും, ഇൻറ്റേർണൽ കൺട്രോൾ മനസ്സിലാക്കുന്നതിൻ്റെ ബേസിലും, അതേമാതിരി തന്നെ ഒരു ഗവർണൻസ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഓവർസൈറ്റിൻ്റെ ബേസിലും ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയറും അതേമാതിരി തന്നെ റിലേറ്റഡ് ആക്ടിവിറ്റിയും ചെയ്യേണ്ടത്. പെർഫോം ഇൻക്വയറീസ് വിത്ത് മാനേജ്മെൻറ്റ് ആൻഡ് അതേഴ്സ്. അപ്പോൾ മാനേജ്മെൻറ്റ് അടുത്തും നമ്മൾ മറ്റുള്ളവരുടെ അടുത്തും നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്വയറി നടത്തണം. ഇവാലുവേറ്റ് അൺഎക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ് ഡ്യൂറിങ് അനലിറ്റിക്കൽ പ്രൊസീജിയർ. അപ്പോൾ അനലിറ്റിക്കൽ പ്രൊസീജിയർ നമ്മൾ റേഷ്യോ അനാലിസിസും അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കാണുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ റേഷ്യോസ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് കാണുകയാണെങ്കിൽ എന്താണ് അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ മാനേജ്മെൻറ്റിനും നമ്മൾ അതേഴ്സിനും നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്വയറി നടത്തണം. ഇത് എപ്പോഴാണ് നടത്തേണ്ടത്? റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയറും റിലേറ്റഡ് ആക്ടിവിറ്റിയിലാണ് നടത്തുന്നത് കേട്ടോ, അത് മറക്കരുത്. എന്തൊക്കെയാണ് നടത്തേണ്ടത്? ഫസ്റ്റ് ഇൻക്വയറി, ദെൻ ഇവാലുവേഷൻ. എന്ത്? അൺഎക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ് ഡ്യൂറിങ് അനലിറ്റിക്കൽ പ്രൊസീജിയർ. അത് കഴിഞ്ഞിട്ട് ചെക്ക് ഫോർ ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻ അതർ പ്രൊസീജിയേഴ്സ് പെർഫോം. അപ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ഒരു റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയറിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയർ? ഒരു ഫ്രോഡ് കാരണം ഒരു മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെയും അതേമാതിരി തന്നെ അതേഴ്സിൻ്റെ അടുത്തും പോയിട്ട് ഇൻക്വയറി നടത്തുക, അവരായിട്ട് നമ്മൾ സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ചെയ്തിട്ട് അതിലെന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം, ഇവാലുവേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള എന്തെങ്കിലും ഒരു ഫ്രോഡ് റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ദെൻ റെസ്പോൺസസ് ടു അസസ്ഡ് റിസ്ക് ഓഫ് ഫ്രോഡ് അറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ. അപ്പോൾ നമ്മളെന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ നമ്മളൊരു റിസ്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ, അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? ദ ഓഡിറ്റർ ഷുഡ് പ്ലാൻ റെസ്പോൺസസ് കൺസിഡറിങ് അസസ്ഡ് റിസ്ക് ഓർ ഫ്രോഡ്. അപ്പോൾ നമ്മൾ എന്താണ് ആ ഫ്രോഡിൻ്റെ ബേസിലായിരിക്കണം, ആ ഫ്രോഡ് അസസ് ചെയ്തിട്ടുള്ള റിസ്ക് ഓഫ് ഫ്രോഡിനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിൻ്റെ റെസ്പോൺസ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അസൈൻ ആൻഡ് സൂപ്പർവൈസ് പേഴ്സണൽ വിത്ത് ദ അപ്രോപ്രിയേറ്റ് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് റെസ്പോൺസ് ചെയ്യാൻ, ഇതിൻ്റെ റെസ്പോൺസ് നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്രോപ്രിയേറ്റ് ഉള്ള സ്കില്ലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അസൈനും ചെയ്യണം, അതേപോലെ തന്നെ സൂപ്പർവൈസും ചെയ്യണം. ദെൻ ചെക്ക് ഇഫ് അക്കൗണ്ടിങ് പോളിസീസ് ഇൻഡിക്കേറ്റ് ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഫ്രോഡുലൻറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ആഡ് അൺപ്രഡിക്റ്റബിലിറ്റി ടു ദ ഓഡിറ്റ് പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ എന്തും ചെയ്യണം, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എന്തായിരിക്കണം? നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കണം. നമുക്ക് മാനേജ്മെൻറ്റ് മനസ്സിലാവരുത് നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവരതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തരുത്. സോ നമ്മളുടെ ഓഡിറ്റ് പ്ലാൻ എന്തായിരിക്കണം? അൺപ്രഡിക്റ്റബിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് റെസ്പോൺസീവ് ടു അസസ്ഡ് റിസ്ക് അറ്റ് ദ അസഷൻ ലെവൽ. അപ്പോൾ നമുക്ക് എന്ത് ഓഡിറ്റ് പ്രൊസീജിയറാണ് വേണ്ടത്? അസഷൻ ലെവലിലുള്ള റിസ്കിന് റെസ്പോൺസീവായിട്ട് ഡിസൈൻ സ്പെസിഫിക് ഓഡിറ്റ് പ്രൊസീജിയർ ടു അഡ്രസ് റിസ്ക് ഐഡൻറ്റിഫൈഡ് അറ്റ് ദ അസഷൻ ലെവൽ. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഈ
ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അസഷൻ ലെവലിലുള്ള റിസ്ക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. അസഷൻ ലെവലിൽ വെച്ചാൽ എന്താ പറയുക, മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പല അസഷൻസിൻ്റെ ബേസിലായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു അസഷൻസിൽ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അഡ്രസ്സ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇഫ് മാനേജ്മെൻറ്റ് ഫേസസ് പ്രഷേഴ്സ് ടു മീറ്റ് ഏർണിങ്സ് ടാർഗറ്റ്. അപ്പോൾ ഏർണിങ്സ് ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് എന്തെങ്കിലും പ്രഷർ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഓഡിറ്റർ മൈറ്റ് കൺഫേം ഡീറ്റെയിൽസ് ഓഫ് സെയിൽ അഗ്രിമെൻറ്റ് ഓർ ഇൻക്വയർ വിത്ത് നോൺ ഫിനാൻഷ്യൽ സ്റ്റാഫ് അബൌട്ട് ദ സെയിൽ ചേഞ്ചസ്. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, ആ ഒരു ഏർണിങ്സ് എന്താ പറയുക സെയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തത് പ്രോപ്പറായിട്ടാണോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽ അഗ്രിമെൻറ്റും അതേമാതിരി തന്നെ ഫിനാൻഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്യാത്ത നോൺ ഫിനാൻഷ്യൽ സ്റ്റാഫുമായിട്ട് ഒരു ഇൻക്വയറിക്ക് നടത്തണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു അസഷൻ ലെവലിലെ റിസ്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് അസസ് ചെയ്യുക. ദെൻ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഫോർ മാനേജ്മെൻറ്റ് ഓവർറൈഡ് ഓഫ് കൺട്രോൾ. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് കൺട്രോൾ ഓവർറൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ എന്ത് ഓഡിറ്റ് പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യേണ്ടത്? മാനേജ്മെൻറ്റ് ക്യാൻ ഓവർറൈഡ് കൺട്രോൾസ് മേക്കിംഗ് ഫ്രോഡ് പോസിബിൾ. അപ്പോൾ കൺട്രോൾ ഓവർറൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാനേജ്മെൻറ്റിന് ഫ്രോഡ് ചെയ്യാൻ പറ്റും. ഓഡിറ്റർ മസ്റ്റ് പെർഫോം പ്രൊസീജിയേഴ്സ് ടു ഡിറ്റക്ട് സച്ച് റിസ്ക്. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം, ആ ഒരു റിസ്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജേണൽ എൻട്രീസും അതേമാതിരി തന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ടെസ്റ്റ് ചെയ്യണം. ദെൻ റിവ്യൂ എസ്റ്റിമേറ്റ്സ് ഫോർ ബയസസ്. എന്തെങ്കിലും ബയസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേഷൻസ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എസ്റ്റിമേഷൻസ് റിവ്യൂ ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാനേജ്മെൻ്റ് ആണ് ഫ്രോഡ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ മാനേജ്മെൻറ്റ് ഫ്രോഡ് ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് വെച്ചാൽ നമ്മൾ ജേണൽ എൻട്രി അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുക. രണ്ടാമത്തത് എസ്റ്റിമേറ്റ്സ് ബയസ്ഡ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് റിവ്യൂ ചെയ്യുക. ദെൻ അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ബിസിനസ്സിൻ്റെ അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇവാലുവേഷൻ ഓഫ് ഓഡിറ്റ് എവിഡൻസ് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഓഡിറ്റർ മസ്റ്റ് അസസ് വെദർ ദ ഓഡിറ്റ് എവിഡൻസ് ഇൻഡിക്കേറ്റ് എനി അൺറെക്കഗ്നൈസ്ഡ് ഫ്രോഡ് റിസ്ക്. അപ്പോൾ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ആ സഫീഷ്യൻറ്റും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് എന്താണ്, എന്തെങ്കിലും അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഫ്രോഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അസസ് ചെയ്യണം. ഇവാലുവേറ്റ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ പോസിബിൾ ഫ്രോഡ് ആൻഡ് റീഅസസ് ഫ്രോഡ് റിസ്ക് ഇഫ് മാനേജ്മെൻറ്റ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ഫ്രോഡ് ഈസ് സസ്പെക്റ്റഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോസിബിൾ ഫ്രോഡ് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഫോർ പോസിബിൾ ഫ്രോഡ്, അപ്പോൾ പോസിബിൾ ഫ്രോഡ് വരാനുള്ള ചാൻസ് ഉള്ള മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ റീഅസസ് ഫ്രോഡ് റിസ്ക്. അപ്പോൾ ഫ്രോഡ് റിസ്ക് നമ്മൾ റീഅസസ് ചെയ്യണം. എപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ് ഈ ഒരു ഫ്രോഡിൽ ഇൻവോൾവ് ആണ് എന്നുള്ളത് നമുക്കൊരു സംശയം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫ്രോഡ് നമ്മൾ റീഅസസ് ചെയ്യണം. ഫ്രോഡ് റിസ്ക് നമ്മൾ റീഅസസ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓഡിറ്റ് എവിഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓഡിറ്റ് എവിഡൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് നോക്കണം, അതിൽ ഫ്രോഡ് റിസ്ക് നമ്മൾ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രോഡ് റിസ്ക് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അസസ് ചെയ്യണം. അതിനെ ഈ ഒരു എവിഡൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പോസിബിൾ ഫ്രോഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അതിന് കാരണമാകുന്ന എന്തെങ്കിലും മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ എന്താണ്, മാനേജ്മെൻറ്റ് ഈ ഒരു ഫ്രോഡിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, നമ്മൾ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫ്രോഡ് റിസ്കിനെ നമ്മൾ റീഅസസ് ചെയ്യണം. ദെൻ സർക്കംസ്റ്റാൻസസ് വെർ ഓഡിറ്റർ കനോട്ട് കണ്ടിന്യൂ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ഓഡിറ്ററിന് എന്താണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു ഫ്രോഡിൻ്റെ ഫാക്ടർ കാരണം ഓഡിറ്ററിന് എന്താണ് ഈ ഒരു എൻഗേജ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇഫ് ഫ്രോഡ് റൈസസ് ക്വസ്റ്റ്യൻ അബൌട്ട് കണ്ടിന്യൂയിങ് ദ ഓഡിറ്റ്. അപ്പോൾ ഫ്രോഡ് കാരണം നമ്മളുടെ ഓഡിറ്റിൻ്റെ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ദ ഓഡിറ്റർ മസ്റ്റ് ഡിറ്റർമൈൻ പ്രൊഫഷണൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. ഓഡിറ്റർ എന്ത് ചെയ്യണം, പ്രൊഫഷണലും അതേമാതിരി തന്നെ ലീഗൽ റെസ്പോൺസിബിലിറ്റിയും നോക്കണം. എന്താണ് നെക്സ്റ്റ് എനിക്ക് ചെയ്യാനുള്ളത്? ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ട് ബിസിനസ്സിൽ, വളരെ വലിയൊരു ഫ്രോഡാണ്.
ആസ് എൻ ഓഡിറ്റർ ഞാൻ എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ചുള്ളൊരു ലീഗൽ ആൻഡ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ഓഡിറ്റർ നോക്കണം. ഇൻക്ലൂഡിങ് റിപ്പോർട്ടിംഗ് ടു അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഓർ റെഗുലേറ്റേഴ്സ്. അതേമാതിരി തന്നെ ഞാൻ ഈ ഒരു കാര്യം ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എന്നെ അപ്പോയിൻറ്റ് ചെയ്ത മാനേജ്മെൻറ്റിനാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെഗുലേറ്ററി അതോറിറ്റിക്കാണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഓഡിറ്റർ നോക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ എന്താണ് ഒരു ഓഡിറ്ററിന് എന്താണ് ഫ്രോഡ് കാരണം ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഫസ്റ്റ് ഓഡിറ്റർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, പ്രൊഫഷണലും അതേമാതിരി തന്നെ ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓഡിറ്റർ നോക്കണം. അതാണ് ഓഡിറ്റർ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഡിറ്റർമൈൻ പ്രൊഫഷണൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇവാലുവേറ്റ് ഇഫ് ദർ ഇസ് എ നീഡ് ടു റിപ്പോർട്ട്. എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ, ആർക്കൊക്കെ. ഒന്നെന്ന് വെച്ചാൽ ദ പേഴ്സൺ ഹൂ മെയ്ഡ് ദ ഓഡിറ്റ് അപ്പോയിൻമെൻറ്റ്, ആരാണോ ഈ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തത് ആ വ്യക്തിക്ക് റിപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ. അതേമാതിരി തന്നെ അല്ലെങ്കിൽ എന്താണ് റെഗുലേറ്ററി അതോറിറ്റി ഇഫ് അപ്ലിക്കബിൾ, അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം എന്താണ് ഓഡിറ്റർ നോക്കണം. സോ ഫസ്റ്റ് വന്ന് വെച്ചാൽ ഡിറ്റർമൈൻ പ്രൊഫഷണൽ ആൻഡ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തെ വെച്ചാൽ ഇവാലുവേറ്റ് ഇഫ് ദർ ഇസ് എ നീഡ് ടു റിപ്പോർട്ട് ടു ദ പേഴ്സൺ ഹൂ മെയ്ഡ് ദ ഓഡിറ്റ് അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റി. അതിനുശേഷം ചെയ്യേണ്ട വെച്ചാൽ കൺസിഡർ വിഡ്രോ. ഈ ഒരു സംഭവത്തിന് ശേഷം വിഡ്രോ ചെയ്യേണ്ട കാര്യമാണ് ഓഡിറ്റർ നോക്കേണ്ടത്. വിഡ്രോ ചെയ്യണോ, കൺസിഡർ വിഡ്രോ, ഓഡിറ്റ് എൻഗേജ്മെൻറ്റിൽ നിന്നും വിഡ്രോ ചെയ്യണോ എന്നുള്ള കാര്യം. അസസ് വെദർ ലീഗൽ പ്രൊവിഷൻസ് അലൗ വിഡ്രോവൽ ഫ്രം ദ എൻഗേജ്മെൻറ്റ്. ലീഗൽ പ്രൊവിഷൻസ് എന്താണ്, വിഡ്രോ ചെയ്യാൻ എന്നെ അനുവദിക്കുന്നുണ്ടോ, ഓഡിറ്ററിനെ അനുവദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ നോക്കണം. ഇഫ് വിഡ്രോവൽ ഒക്യൂസ്, എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷനാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ആരുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഡിസ്കസ് വിഡ്രോവൽ വിത്ത് അപ്രോപ്രിയേറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് TCWG. അപ്പോൾ TCWGൻ്റെയും അതേമാതിരി തന്നെ മാനേജ്മെൻറ്റ് അടുത്ത് ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു വിഡ്രോവലിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യണം വിത്ത് റീസൺ. ആ ഒരു റീസണും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ട്, ഈ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തെന്താ ചെയ്യേണ്ടത്, അടുത്തെന്ന് വെച്ചാൽ ഇവാലുവേറ്റ് റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്. ഈ ഒരു വിഡ്രോവൽ ഞാൻ വേറെ ആർക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവാലുവേറ്റ് ചെയ്യണം. ഇനി ആർക്കാണ് വിഡ്രോ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ സെയിം ആസ് എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞ മാതിരി തന്നെ, ഒന്നുകിൽ ഓഡിറ്റ് നമ്മളെ ഈ ഒരു അപ്പോയിൻമെൻറ്റിൽ ചൂസ് ചെയ്ത ആളോ എന്ന് വെച്ചാൽ ദ പേഴ്സൺ ഹൂ മെയ്ഡ് ദ ഓഡിറ്റ് അപ്പോയിൻമെൻറ്റ് അയാൾക്കാണോ അല്ലെങ്കിൽ ഏതെങ്കിലും റെഗുലേറ്ററി അതോറിറ്റിക്കാണോ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട റിക്വയർമെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റർ തീരുമാനിക്കണം. ഓക്കെ, നെക്സ്റ്റ് മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേഷൻസ്. ഒബ്റ്റെയിൻ റിട്ടേൺ കൺഫർമേഷൻ ഫ്രം മാനേജ്മെൻറ്റ് ഓൺ ഫ്രോഡ് റിലേറ്റഡ് ഇഷ്യൂസ്. അപ്പോൾ ഫ്രോഡ് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അടുത്ത് നമ്മൾ എന്ത് വാങ്ങണം, നമ്മൾ റിട്ടേൺ കൺഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. എന്തിനൊക്കെ വേണ്ടി വെച്ചാൽ എക്നോളജിങ് റെസ്പോൺസിബിലിറ്റി ഫോർ കൺട്രോൾ. അപ്പോൾ കൺട്രോളിലെ നമ്മൾ പറഞ്ഞു ഒരു ഫ്രോഡിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, മാനേജ്മെൻറ്റിനും TCWGക്കാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, കൺട്രോളിൻ്റെ റെസ്പോൺസിബിലിറ്റി അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കാണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് പറയാണ്, മാനേജ്മെൻറ്റിനാണ് ഈ ഒരു ഫ്രോഡ് കൺട്രോൾ ചെയ്യാനുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്നുള്ള കാര്യം അക്നോളജ് ചെയ്യുന്ന ഒരു കൺഫർമേഷൻ. അതിൻ്റെ കൂടെ തന്നെ ഡിസ്ക്ലോസ് അസസ്മെൻറ്റ് ഓഫ് ഫ്രോഡ് റിസ്ക് അസസ് ചെയ്യുന്നതും അതും ഡിസ്ക്ലോസ് ചെയ്യണം. ഏതിൽ, ഈ ഒരു റിട്ടേൺ കൺഫർമേഷനിൽ. ദെൻ ഷെയർ നോളേജ് ഓഫ് ഫ്രോഡ് ഓർ സസ്പിഷൻസ് ഇൻവോൾവിങ് ദ എൻറ്റിറ്റി. ഈ ഒരു ഫ്രോഡിനെ കുറിച്ചുള്ള നോളേജും അതേമാതിരി തന്നെ സസ്പിഷൻസും എന്ത് ചെയ്യണം, ഈ ഒരു റിട്ടേൺ കൺഫർമേഷനിൽ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന റിട്ടേൺ കൺഫർമേഷൻ. കമ്മ്യൂണിക്കേഷൻസ് ടു മാനേജ്മെൻറ്റ് ആൻഡ് ഗവർണൻസ്. അപ്പോൾ മാനേജ്മെൻറ്റ് അടുത്തും ഗവർണൻസ് അടുത്തും ഓഡിറ്റർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഐഡൻറ്റിഫൈഡ് ഓർ സസ്പെക്റ്റഡ് ഫ്രോഡ്. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തതോ അല്ലെങ്കിൽ സസ്പെക്റ്റ് ചെയ്തതോ ആയുള്ള ഫ്രോഡ് എന്ത് ചെയ്യണം, ഓഡിറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇൻഫോം ദ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഓൺ എ ടൈംലി ബേസിസ് ടു എൻഷ്യൂർ ദോസ് റെസ്പോൺസിബിൾ ഫോർ പ്രിവെൻറ്റിംഗ് ആൻഡ് ഡിറ്റക്റ്റിംഗ് ഫ്രോഡ്സ് ആർ അവെയർ ഓഫ് റിലവൻറ്റ് മാറ്റേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അപ്രോപ്രിയേറ്റ് ലെവലിലുള്ള മാനേജ്മെൻറ്റിനെ നമ്മൾ പ്രോപ്പറായ പ്രോപ്പർ ടൈം ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫ്രോഡിൻ്റെ കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തും അതേമാതിരി തന്നെ സസ്പെക്റ്റ് ചെയ്യുന്നതായുള്ള ഫ്രോഡിൻ്റെ കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്തിന് വെച്ചാൽ ഈ ഒരു ഫ്രോഡ് ഡിറ്റക്റ്റും പ്രിവെൻറ്റും ചെയ്യുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് അവെയർ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്, അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്.
ദെൻ വെൻ ഫ്രോഡ് ഇൻവോൾവ്സ് മാനേജ്മെൻറ്റ് ഓർ സിഗ്നിഫിക്കൻറ്റ് എംപ്ലോയി, ഈ ഒരു ഫ്രോഡ് എന്താണ്, മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് എംപ്ലോയിയോ ഇതിൽ ഇൻവോൾവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇഫ് ഫ്രോഡ് ഇൻവോൾവ് മാനേജ്മെൻറ്റ് ഓർ കീ എംപ്ലോയി ഇൻ ഇൻറ്റേർണൽ കൺട്രോൾ ഓർ അതർവൈസ് കോസിംഗ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് പ്രോംപ്റ്റ്ലി വിത്ത് ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ്. നമ്മൾ ഒരു എംപ്ലോയിയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ എന്താണ്, കീ എംപ്ലോയിയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ ഈ ഒരു ഫ്രോഡിൽ ഇൻവോൾവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് TCWGൻ്റെ അടുത്ത് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അൺലെസ് ദേ ആർ ഇൻവോൾവ് ഇൻ മാനേജിങ് ദ എൻറ്റിറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ അവരും ഈ TCWGയും ഈ ഒരു എൻറ്റിറ്റി മാനേജ് ചെയ്യാൻ ഇൻവോൾവ് ആണ് എന്ന് വെച്ചാൽ അവരും ഈ ഒരു ഫ്രോഡിൻ്റെ ഭാഗമാണെങ്കിൽ നമുക്ക് അവരെ റിപ്പോർട്ട് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരതിൻ്റെ ഭാഗമല്ലാത്ത കാലത്തോളം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ എംപ്ലോയിയോ ഇതിൽ ഇൻവോൾവ് ആണെങ്കിൽ, ഫ്രോഡിൽ ഇൻവോൾവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, TCWGൻ്റെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദെൻ സസ്പെക്റ്റഡ് ഫ്രോഡ് ബൈ മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റ് സസ്പീഷൻ ടു ദോസ് ചാർജ് ദ ഗവർണൻസ്. അപ്പോൾ നമ്മളൊരു ഫ്രോഡ് നമ്മൾ മനസ്സിലാക്കി, അത് നമുക്ക് സംശയം എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിനാണ് നമുക്ക് സംശയം, അവരാണിത് കമ്മിറ്റ് ചെയ്തതെന്നാണ് നമ്മളെ സംശയം. അതെന്ത് ചെയ്യണം, ആ ഒരു സസ്പീഷൻ നമ്മൾ TCWGൻ്റെ അടുത്ത് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഡിസ്കസ് ദ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നീഡഡ് ടു കംപ്ലീറ്റ് ദ ഓഡിറ്റ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമുക്ക് ഈ ഒരു ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ്, അഡീഷണൽ ഓഡിറ്റ് പ്രൊസീജിയറിൻ്റെ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം, TCWGൻ്റെ അടുത്ത് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതർ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഫ്രോഡ് കമ്മ്യൂണിക്കേറ്റ് എനി അഡീഷണൽ ഫ്രോഡ് റിലേറ്റഡ് മാറ്റേഴ്സ് ഡീംഡ് റിലവൻറ്റ് ടു ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ്. അപ്പോൾ ഈ ഒരു ഫ്രോഡ് റിലേറ്റഡ് മാറ്ററുമായിട്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ TCWGൻ്റെ അടുത്ത് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, communications to regulatory and enforcement authorities. Communication to regulatory and enforcement authority. ഡിറ്റർമിനേഷൻ ഓഫ് റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മളൊരു റെഗുലേറ്ററി അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി, അത് നമ്മളെങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യണം നമ്മൾ നോക്കാം. അസസ് വെദർ ദർ ഇസ് എ ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഐഡൻറ്റിഫൈഡ് ഓർ സസ്പെക്റ്റഡ് ഫ്രോഡ് ടു ആൻ എക്സ്റ്റേണൽ പാർട്ടി. അപ്പോൾ ഒരു എക്സ്റ്റേണൽ പാർട്ടിക്ക് നമ്മൾ ഈ ഒരു ഫ്രോഡിൻ്റെ കാര്യം അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫൈഡ് ചെയ്തോ അല്ലെങ്കിൽ സസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രോഡിൻ്റെ കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യണോ എന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് അസസ് ചെയ്യണം, അത് നിർബന്ധമാണോ. നോട്ട് പ്രൊഫഷണൽ കോൺഫിഡൻഷ്യാലിറ്റി മേ റെസ്ട്രിക്റ്റ് റിപ്പോർട്ടിംഗ്. നമ്മൾ പഠിക്കുന്നത് നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. നമ്മളൊരു ബിസിനസ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ എന്തായിരിക്കണം, അത് നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ, ഒരു തേർഡ് പാർട്ടി അറിയാൻ പാടില്ല. പക്ഷേ ലീഗൽ ഒബ്ലിഗേഷൻസ് മേ ഓവർറൈഡ് ദിസ് ഡ്യൂട്ടി ഇൻ സെർട്ടൻ കേസസ്. ലീഗൽ ഒബ്ലിഗേഷൻസ് എന്താണ്, ചിലപ്പോൾ ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റീനെ ഓവർറൈഡ് ചെയ്യും. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ എക്സ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് എന്ന് വെച്ചാൽ ഒരു റെഗുലേറ്ററി അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ എക്സാമ്പിൾസ് ഓഫ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. ബാങ്ക് ഓഡിറ്റിൻ്റെ കേസിൽ ദ ഓഡിറ്റർ ഹാസ് എ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഫ്രോഡ് ടു സുപ്പീരിയർ അതോറിറ്റീസ്. അപ്പോൾ സുപ്പീരിയർ അതോറിറ്റിക്ക് എന്താണ്, ഈ ഒരു ഫ്രോഡിൻ്റെ കാര്യം റിപ്പോർട്ട് ചെയ്യാനുള്ള എന്തുണ്ട്, ഒരു ഡ്യൂട്ടി ആർക്കുണ്ട്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിനുണ്ട്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഒരു ഓഡിറ്ററിനുണ്ട്, ഈ ഒരു ഫ്രോഡിൻ്റെ കാര്യം റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എക്സാമ്പിൾ RBI ആണ് ആ ഒരു സുപ്പീരിയർ അതോറിറ്റി. അതർ എൻറ്റിറ്റീസ് മാനേജ്മെൻറ്റ് ആൻഡ് ദോസ് ചാർജ്ഡ് വിത്ത് ഗവർണൻസ് ഫെയിൽസ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ നമ്മളൊരു ഫ്രോഡിൻ്റെ കാര്യം നമ്മളെന്താണ് മാനേജ്മെൻറ്റ് അടുത്തോ അല്ലെങ്കിൽ TCWGൻ്റെ അടുത്തോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, പക്ഷേ അവരെന്താണ് അത് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ അവർ ഫെയിലായി. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റ് എൻറ്റിറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ അത് റെഗുലേറ്ററി അതോറിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. റിക്വയർഡ് ബൈ സ്പെസിഫിക് പ്രൊവിഷൻസ് ഇൻ ദ ഓഡിറ്റ് മാൻഡേറ്റ് ഓർ റിലേറ്റഡ് ലെജിസ്ലേഷൻ ഓർ റെഗുലേഷൻസ്. അപ്പോൾ ഈ ഒരു ഓഡിറ്റിൻ്റെ സെക്ഷൻസിൽ സ്റ്റാൻഡേർഡ്സിൽ പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലെജിസ്ലേഷനിലോ റെഗുലേഷനിലോ പറയുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്. സ്പെഷ്യൽ പ്രൊവിഷൻസ്. സം എൻറ്റിറ്റീസ് മേ ഹാവ് ഓഡിറ്റ് മാൻഡേറ്റ് ഓർ ലോസ് റിക്വയറിംഗ് ദ ഓഡിറ്റർ ടു റിപ്പോർട്ട് ഫ്രോഡ് റിഗാർഡ്ലെസ് ഓഫ് ഹൗ ഇറ്റ് വാസ് ഡിസ്കവേർഡ്. അപ്പോൾ എങ്ങനെയാണോ നമ്മളൊരു ഫ്രോഡ് കണ്ടുപിടിച്ചത് അത് നോക്കാണ്ട്
ചില എൻറ്റിറ്റീസിന് എന്താണ് ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യാൻ മാൻഡേറ്റ് ആണ്. ഓഡിറ്റർ എന്തായാലും ഫ്രോഡ് റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്ന് സ്പെഷ്യൽ പ്രൊവിഷൻസ് പറയുന്നുണ്ട്. അതും സം എൻറ്റിറ്റീസിന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ എക്സാമ്പിളായിട്ടാണ് പറഞ്ഞത്. മോസ്റ്റ്ലി ഈ റെഗുലേറ്ററി അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സ്റ്റേണൽ പാർട്ടിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഒരു ഐഡൻറ്റിഫൈഡോ അല്ലെങ്കിൽ സസ്പെക്റ്റഡ് ആയിട്ടുള്ള പാർട്ടിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഫസ്റ്റ് എന്ത് നോക്കണം, നമ്മൾ അസസ് ചെയ്യണം അത് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യം അസസ് ചെയ്യണം. പിന്നെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ നോക്കണം. കോൺഫിഡൻഷ്യാലിറ്റി നോക്കിയിട്ട് ഈ ഒരു ലീഗൽ ഒബ്ലിഗേഷൻസ് കോൺഫിഡൻഷ്യാലിറ്റീനെ ഓവർറൈഡ് ചെയ്യുന്നുണ്ടോ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്താൻ പാടുള്ളൂ. ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഓഡിറ്ററിന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടും എന്ത് ചെയ്യണം, ഈ ഒരു സുപ്പീരിയർ അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഫ്രോഡ് RBI ആണ് ആ സുപ്പീരിയർ അതോറിറ്റി വരിക എക്സാമ്പിളായിട്ട്. ഓക്കെ, ഡോക്യുമെൻറ്റ് the understanding of the entity, risk assessment, responses and communications related to the fraud. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത്, ആ ഒരു എൻറ്റിറ്റീനെ കുറിച്ച് നമുക്കുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്, അതേമാതിരി തന്നെ അതിൻ്റെ റിസ്ക് അസസ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുള്ള റിസ്ക് അസസ്മെൻറ്റ്, ദെൻ റെസ്പോൺസസ്, ആ റിസ്ക് അസസ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള റെസ്പോൺസ് എന്തൊക്കെയാണ്, ദെൻ കമ്മ്യൂണിക്കേഷൻസ് റിലേറ്റഡ് ടു ഫ്രോഡ്. നമ്മൾ ആർക്കാണ് ഈ ഒരു ഫ്രോഡിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഐദർ മാനേജ്മെൻറ്റ് TCWG അല്ലെങ്കിൽ റെഗുലേറ്ററി അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിക്ക് ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യണം. ഇൻക്ലൂഡ് ഡിസിഷൻസ് മെയ്ഡ് ഡ്യൂറിങ് ദ ടീം ഡിസ്കഷൻസ് ആൻഡ് ഐഡൻറ്റിഫൈഡ് ഫ്രോഡ് റിസ്ക്. അപ്പോൾ ടീം ഡിസ്കഷനിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഡിസിഷൻസും അതേമാതിരി തന്നെ ഐഡൻറ്റിഫൈഡ് ഫ്രോഡ് റിസ്കിൻ്റെ സമയത്ത് നമ്മൾ നടത്തിയിട്ടുള്ള ഡിസ്കഷൻസ് എന്ത് ചെയ്യണം, നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യണം. ലിങ്ക് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു അസസ് റിസ്ക് ആൻഡ് ഡോക്യുമെൻറ്റ് റിസൾട്ട്. അപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സും അതേമാതിരി തന്നെ അസസ് ചെയ്തിട്ടുള്ള റിസ്ക്കും ഡോക്യുമെൻറ്റ് റിസൾട്ടും ഇതൊക്കെ നമ്മൾ ലിങ്ക് ചെയ്യണം. ഒരു സാധനം നമ്മൾ ഒരു ഓഡിറ്റ് പ്രൊസീജിയർ നടത്തി, അത് കാരണം നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ റിസ്ക് അസസ് ചെയ്തു, അത് നമ്മൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ലിങ്ക് ചെയ്തിരിക്കണം. പ്രൊവൈഡ് റീസൺസ് ഇഫ് പ്രിസംഷൻസ് ഓഫ് ഫ്രോഡ് ഇൻ റവന്യൂ റെക്കഗ്നിഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. റവന്യൂ റെക്കഗ്നീഷനിൽ എന്തെങ്കിലും ഫ്രോഡ് ഉള്ളതായുള്ളൊരു അനുമാനം അത് അപ്ലിക്കബിൾ അല്ല എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ബിസിനസ്സിൽ, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ ഒരു റവന്യൂ റെക്കഗ്നീഷനിലൊരു ഫ്രോഡ് വരാൻ ചാൻസിലൊരു അനുമാനം അപ്ലിക്കബിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റീസൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് അത് അപ്ലിക്കബിൾ അല്ലാത്തത്? നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ അതൊരു ഫ്രോഡ് റിസ്ക് ഫാക്ടറാണ്, പക്ഷേ ഈ ഒരു എൻറ്റിറ്റിക്ക് അത് അപ്ലിക്കബിൾ അല്ല. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് അപ്ലിക്കബിൾ ആവാത്തത്, ആ ഒരു ഫ്രോഡ് റിസ്ക് ഫാക്ടർ ഈ ഒരു എൻറ്റിറ്റിക്ക് എന്തുകൊണ്ടാണ് അപ്ലിക്കബിൾ ആവാത്തത് എന്നുള്ള റീസൺ നമ്മൾ ഡോക്യുമെൻറ്റേഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് SA 240 ആണ്. നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളുടെ സ്റ്റഡി മെറ്റീരിയലുള്ള എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോ എന്തായാലും ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഈ വീഡിയോ എന്തായാലും വളരെ ലെങ്തി ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഒരു 1.5 മണിക്കൂറിനെക്കാട്ടും കൂടുതൽ പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടാണ്. പക്ഷേ മൊത്തത്തിൽ നമ്മൾ ഫുള്ളായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എല്ലാ ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചാപ്റ്റർ 2ൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് SA 240. ഇനി നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ SA 250 ആണ്.